എല്ലാവർക്കും സഹകാരി റേസ് പ്ലസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ മൈക്രോബയോളജിയുടെ ടോപ്പിക്കായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് മൈക്രോബിയൽ ഗ്രോത്ത് ആണ്. അതായത് നമ്മുടെ മൈക്രോബ്സിൻ്റെ ഗ്രോത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. നമുക്കറിയാം മൈക്രോ ഓർഗാനിസംസ് എല്ലാം ഗ്രോ ചെയ്യുന്നുണ്ട്, അതിൻ്റെ സെല്ലുലാർ കമ്പോണൻസ് ഗ്രോ ചെയ്യുന്നുണ്ട്, അത് മൊത്തത്തിൽ ഡിവിഷൻ നടന്ന് നമ്പേഴ്സ് കൂടുന്നുണ്ട്. അപ്പോൾ ഇതിനെ അഫക്റ്റ് ചെയ്യുന്ന കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. അതെന്ന് പറയുമ്പോഴത്തേക്ക് എക്സ്ട്രിൻസിക് ഫാക്ടേഴ്സും ഉണ്ട്, ഇൻട്രിൻസിക് ഫാക്ടേഴ്സും ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഇൻട്രിൻസിക് ഫാക്ടേഴ്സാണ്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. അപ്പം ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് മൈക്രോബിയൽ ഗ്രോത്ത്. ഓക്കെ, അപ്പം ഗ്രോത്ത് എന്ന് വെച്ചാൽ എന്താണ്? ആൻഡ് ഓർഡർലി ഇൻക്രീസ് ഇൻ ദ ക്വാണ്ടിറ്റി ഓഫ് ഓൾ ദ സെല്ലുലാർ കോൺസ്റ്റുവൻസ് ഈസ് കോൾഡ് ഗ്രോത്ത്. അതായത് ഒരു സെല്ലിലുള്ള എല്ലാ കോൺസ്റ്റുവൻസിൻ്റെയും ഒരു ഓർഡർലി ആയിട്ടുള്ളൊരു ഇൻക്രീസ്, അതിനെയാണ് ഗ്രോത്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഗ്രോത്ത് നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ അല്ല പറയുന്നത്, ഗ്രോത്ത്. അപ്പോൾ മൈക്രോബിയൽ ഗ്രോത്ത് അല്ലെങ്കിൽ ഈ നമ്മുടെ ഗ്രോത്ത് ഓഫ് മൈക്രോ ഓർഗാനിസം, ഇതിനെ കുറേ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ജനറലി ആലോചിച്ചാൽ തന്നെ മനസ്സിലാവും അല്ലെ. ഇപ്പം മോയ്സ്ചറിൻ്റെ പ്രസൻസ്, അല്ലെന്നുണ്ടെങ്കിൽ ടെമ്പറേച്ചർ പോലത്തെ ഫാക്ടേഴ്സ്. അപ്പോൾ ഇതൊക്കെ എന്താണ്? ഈ നമ്മുടെ മൈക്രോബിയൽ ഗ്രോത്തിനെ അല്ലെങ്കിൽ മൈക്രോബ്സിൻ്റെ ഗ്രോത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. അപ്പോൾ ഇതിൽ തന്നെ ഫിസിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട്, കെമിക്കൽ ഫാക്ടേഴ്സും ഉണ്ട്. ഫിസിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാക്കാം. അപ്പോൾ ടെമ്പറേച്ചർ ഒരു ഫിസിക്കൽ ഫാക്ടറാണ്, അല്ലെങ്കിൽ അതിൻ്റെ pH അല്ലെ, അസിഡിറ്റി അല്ലെങ്കിൽ ആൽക്കലിനിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഓസ്മോട്ടിക് പ്രഷർ അല്ലേ, ഓസ്മോട്ടിക് പ്രഷർ അല്ലെങ്കിൽ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ, ഇതൊക്കെ വന്നിട്ട് എന്താണ്? ഫിസിക്കൽ ഫാക്ടേഴ്സാണ്. ഇനി കെമിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ മൈക്രോ ഓർഗാനിസംസ് ഒക്കെ ഗ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇനി എലിമെൻറ്റ്സ് ഒക്കെ റിക്വയർഡ് ആണ് അല്ലേ, കെമിക്കലായിട്ടുള്ള എലിമെൻറ്റ്സ് ഒക്കെ റിക്വയർഡ് ആണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മുടെ ഓക്സിജൻ അല്ലെങ്കിൽ കാർബൺ, നൈട്രജൻ, ഫോസ്ഫറസ്, സൾഫർ, ഇതൊക്കെ എന്താണ്? ഇതൊക്കെ കെമിക്കൽ ഫാക്ടേഴ്സാണ്. അപ്പം ഫിസിക്കൽ ഫാക്ടേഴ്സും ഉണ്ട്, കെമിക്കൽ ഫാക്ടേഴ്സും ഉണ്ട്. പക്ഷേ ഇത് നമ്മളിപ്പം ജനറലി പറഞ്ഞു പോകുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് മൈക്രോബിയൽ ഗ്രോത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് ഇൻട്രിൻസിക് ഫാക്ടേഴ്സും ഉണ്ട്, എക്സ്ട്രിൻസിക് ഫാക്ടേഴ്സും ഉണ്ട്. ഓക്കെ, അപ്പം ഇൻട്രിൻസിക് ഫാക്ടേഴ്സ് എന്താണ്? ഇൻട്രിൻസിക് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് പേര് കേൾക്കുമ്പം തന്നെ അറിയാം. അതായത് നമ്മുടെ മൈക്രോബ്സ് ഗ്രോ ചെയ്യുന്ന ആ മീഡിയം. ഇപ്പം നമ്മളിവിടെ ഫുഡ് സേഫ്റ്റി ഓഫീസർ അല്ലെങ്കിൽ ഫുഡ് സേഫ്റ്റി ആയിട്ട് ബന്ധപ്പെട്ട് പറയുന്ന സമയത്ത് എന്താണ്? ആ ഒരു ഫുഡിൻ്റെ ആണ്, അല്ലെങ്കിൽ ഫുഡ് എന്നുള്ള ഒരു മീഡിയത്തിലാണ് നമ്മുടെ മൈക്രോബ്സ് വളരുന്നത്. അപ്പോൾ ആ ഫുഡിനകത്തുള്ള ഇൻട്രിൻസിക് ആയിട്ടുള്ള ഫാക്ടേഴ്സ്. എക്സ്ട്രിൻസിക് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഫുഡിന് ഔട്ട് സൈഡ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം എന്താ പറയുക, ഈ ലൈറ്റ് അല്ലെങ്കിൽ ഇപ്പോൾ ടെമ്പറേച്ചർ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എന്താണ്? അതൊക്കെ എക്സ്ട്രിൻസിക് ഫാക്ടേഴ്സിൽ വരും. അപ്പോൾ അതാണ് നമ്മൾ ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പം ഗ്രോത്ത് എന്ന് വെച്ചാൽ എന്താണ്? എല്ലാ സെൽ ഓർഗനൈസേഷൻ്റെയും ഒരു ഓർഡർലി ആയിട്ടുള്ളൊരു ഇൻക്രീസിനെയാണ് ഗ്രോത്ത് എന്ന് പറയുന്നത്. ഇതിനെ ഫിസിക്കൽ ഫാക്ടേഴ്സും കെമിക്കൽ ഫാക്ടേഴ്സും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. എന്നാലും നമുക്ക് ബ്രോഡായിട്ട് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് മൈക്രോബിയൽ ഗ്രോത്തിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, ഇൻട്രിൻസിക് ഫാക്ടേഴ്സ് എന്നും എക്സ്ട്രിൻസിക് ഫാക്ടേഴ്സ് എന്നും. ഓക്കെ, അപ്പോൾ ഇൻട്രിൻസിക് ഫാക്ടേഴ്സ് എന്താണ്? ഇൻട്രിൻസിക് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? റെഫർ ടു ദ ഇൻഹറൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ടിഷ്യൂസ്. അതായത് നമ്മുടെ മൈക്രോബ്സ് വളരുന്ന ആ ഒരു ടിഷ്യൂസ്, അതിൻ്റെ പ്രോപ്പർട്ടീസ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതാണ് ഇൻഹറൻറ്റ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അതിലെന്തൊക്കെ വരും? pH വരും അല്ലേ, pH വരും. അതിപ്പോൾ അസിഡിറ്റി ആവാം, pH കൂടിയ pH ആവാം, ലോ pH ആവാം, അല്ലെങ്കിൽ ഹൈ pH ആവാം, pH വരാം. റീഡോക്സ് പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ എന്താ പറയുക, ഈ ചുറ്റുപാടുമുള്ള അല്ലെങ്കിൽ ഇലക്ട്രോൺസിനെ വിട്ട് കൊടുക്കാനോ അല്ലെങ്കിൽ എടുക്കാനോ ഉള്ള ആ ഒരു ടെൻഡൻസി, അതിനെയാണ് റീഡോക്സ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അതുപോലെ ന്യൂട്രിയൻറ്റ് കണ്ടൻറ്റ്, മൈക്രോ ഓർഗാനിസംസ് വളരുന്ന ന്യൂട്രിയൻറ്റ്, ആ ഫുഡിനകത്തുള്ള ന്യൂട്രിയൻറ്റ് കണ്ടൻറ്റ്. ആൻറ്റി മൈക്രോബിയൽ കണ്ടൻറ്റ്, അതുപോലെ തന്നെ ബയോളജിക്കൽ സ്ട്രക്ചേഴ്സ്. അതായത് ആൻറ്റി മൈക്രോബിയൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ മൈക്രോ ഓർഗാനിസത്തിൻ്റെ വളർച്ചേനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന സർട്ടൻ ഫാക്ടേഴ്സ് ഉണ്ട് അല്ലേ. അതുപോലെ തന്നെ ചില ബയോളജിക്കൽ സ്ട്രക്ചേഴ്സ്. അപ്പം അതിൽ പറയുമ്പോഴത്തേക്ക് എന്താണ്? ഇപ്പോൾ ആൻറ്റി മൈക്രോബിയൽ കണ്ടന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം ഈ അലിസിൻ പോലത്തെ സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ചില ഫൈറ്റോ കെമിക്കൽ സബ്സ്റ്റൻസ് ഒക്കെ എന്താണ്? ബാക്ടീരിയൽ ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നത്. അതാണ് ആൻറ്റി മൈക്രോബിയൽ കണ്ടന്റിൽ വരുന്നത്. പിന്നെ വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് വാട്ടർ ആക്ടിവിറ്റി. വാട്ടർ ആക്ടിവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈക്രോ ഓർഗാനിസംസ് ഏത് മീഡിയത്തിലാണോ വളരുന്ന ആ മീഡിയത്തിൻ്റെ വാട്ടർ ആക്ടിവിറ്റി. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് പ്രധാനമായിട്ടുള്ള ഇൻട്രിൻസിക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയുണ്ട്? നമ്മുടെ pH ഉണ്ട്, റീഡോക്സ് പൊട്ടൻഷ്യൽ ഉണ്ട്, ന്യൂട്രിയൻ കണ്ടന്റ് ഉണ്ട്, ആൻറ്റി മൈക്രോബിയൽ കണ്ടന്റ് ഉണ്ട്, ബയോളജിക്കൽ സ്ട്രക്ചേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ എന്താണ്? വാട്ടർ ആക്ടിവിറ്റി ഉണ്ട്. ഇനി വന്നിട്ട് എക്സ്ട്രിൻസിക് ഫാക്ടേഴ്സ് ഉണ്ടല്ലേ. എക്സ്ട്രിൻസിക് എന്ന് പറയുമ്പോൾ എന്താണ്? ഈ മീഡിയത്തിന് പുറത്തുള്ള സംഭവങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഫുഡിനകത്താണ് മൈക്രോ ഓർഗാനിസം ഗ്രോ ചെയ്യുന്നത്. അപ്പം ആ ഫുഡിൻ്റെ പുറത്തുള്ള എൻവയോൺമെൻ്റൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ്, അതിലെന്തൊക്കെ വരും? റിലേറ്റീവ് ഹ്യൂമിഡിറ്റി വരും അല്ലേ.
അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളിപ്പോൾ ഒരു ഫ്രൂട്ട് എടുത്ത് വെക്കുകയാണ്. അപ്പോൾ അത് ഒരു സമ്മർ സീസണിൽ എടുത്ത് വെക്കുന്നതും അല്ലെങ്കിൽ ഇപ്പോൾ ഒരു നല്ല മഴയുള്ള സമയത്തും എടുത്ത് വെക്കുമ്പോൾ ഇതിനകത്ത് ഉണ്ടാക്കുന്ന ആ ഒരു മൈക്രോബിയൽ ആക്ടിവിറ്റിയിൽ വ്യത്യാസമുണ്ട്. കാര്യം എന്താണ്? ഈ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിലുള്ള ആ ഒരു ഹ്യൂമിഡിറ്റിയിലുള്ള വ്യത്യാസം കാരണം. അതുപോലെ ടെമ്പറേച്ചർ എന്താണ്? ഒരു എക്സ്ട്രിൻസിക് ഫാക്ടറാണ് അല്ലേ, പുറമേ നിന്നുള്ള ടെമ്പറേച്ചർ അഫക്റ്റ് ചെയ്യും. പിന്നെ ഗ്യാസസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ, അതായത് അറ്റ്മോസ്ഫിയറിലുള്ള ഗ്യാസസ്, ഇപ്പോൾ ഓക്സിജൻ അല്ലെങ്കിൽ അങ്ങനത്തെ പല ടൈപ്സ് ഓഫ് ഗ്യാസസ് ഉണ്ട് അല്ലേ. അപ്പോൾ പ്രധാനമായിട്ടും ഇവിടെ ഓക്സിജൻ്റെ കാര്യമാണ് പറയുന്നത്. ഇതൊക്കെ എന്താണ്? എക്സ്ട്രിൻസിക് ഫാക്ടറിൽ വരുന്നതാണ്. പിന്നെ 1-2 ഉണ്ട്, ഇപ്പോൾ ഈ ലൈറ്റ്, അതുപോലെ തന്നെ ഈ ഇങ്ങനെ പ്രഷർ എന്നൊക്കെ പറയുന്നത്. അപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി, ടെമ്പറേച്ചർ, അതുപോലെ അറ്റ്മോസ്ഫിയർ ഗ്യാസസ് ഒക്കെയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് എക്സ്ട്രിൻസിക് ഫാക്ടേഴ്സ്. അപ്പം 2 ടൈപ്സ് ഫാക്ടേഴ്സ് പറഞ്ഞു, ഇൻട്രിൻസിക്കും എക്സ്ട്രിൻസിക്കും. ഇൻട്രിൻസിക് എന്ന് വെച്ചാൽ ബാക്ടീരിയ വളരുന്ന ആ മീഡിയത്തിൻ്റെ ഫാക്ടേഴ്സും, എക്സ്ട്രിൻസിക് എന്ന് പറയുമ്പോൾ അതിന് പുറത്തുള്ള എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്. ഇൻട്രിൻസിക്കിൽ വരുമ്പോഴത്തേക്ക് നമ്മുടെ pH വരുന്നുണ്ട്, റീഡോക്സ് പൊട്ടൻഷ്യൽ വരുന്നുണ്ട്, ആൻറ്റി മൈക്രോബിയൽ പ്രോപ്പർട്ടീസ് വരുന്നുണ്ട്, അതിലൊക്കെ ബയോളജിക്കൽ സ്ട്രക്ചേഴ്സ് വരുന്നുണ്ട്, വാട്ടർ ആക്ടിവിറ്റി വരുന്നുണ്ട്. എക്സ്ട്രിൻസിക്കിൽ വരുമ്പോഴത്തേക്ക് എന്താണ്? റിലേറ്റീവ് ഹ്യൂമിഡിറ്റി വരുന്നുണ്ട്, ടെമ്പറേച്ചർ വരുന്നുണ്ട്, അറ്റ്മോസ്ഫിയറിക് ഗ്യാസസ് വരുന്നുണ്ട്, പിന്നെ എന്താണ്? ലൈറ്റ് വരുന്നുണ്ട്, പിന്നെ പ്രഷർ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത് ഈ ഇൻട്രിൻസിക് ഫാക്ടേഴ്സ് ഓരോന്നായിട്ടാണ്. ഓക്കെ, അപ്പം ഇൻട്രിൻസിക് ഫാക്ടേഴ്സിൽ ഫസ്റ്റ് പറയുന്നത് pH ആണ്. അപ്പം നമുക്കറിയാം pH, നമ്മൾ അസിഡിറ്റി അല്ലെങ്കിൽ ആൽക്കലിനിറ്റി ഒക്കെ പറയുമ്പം നമുക്കറിയാം pH എന്ന് പറയുമ്പോൾ ലോ pH എന്ന് പറയുമ്പോൾ ഒരു അസിഡിക് മീഡിയമാണ് അല്ലേ. പിന്നെ ഹൈ pH എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ആൽക്കലൈൻ മീഡിയമാണ്. അതിന് ബിറ്റ്വീൻ ആയിട്ടുള്ള ഒരു ന്യൂട്രലാണ് നമ്മുടെ ആ ഒരു pH 7 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ pH എന്ന് വെച്ചാൽ എന്താണ്? ആക്ച്വലി ഇറ്റ് ഈസ് ദ മെഷർ ഓഫ് ദ അസിഡിറ്റി ഓർ ആൽക്കലിനിറ്റി ആൻഡ് pH അഫക്ട്സ് ദ ഗ്രോത്ത് ഓഫ് മൈക്രോബ്സ്. അതായത് pHനകത്തുള്ള ചേഞ്ചസ് നമ്മൾ മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഗ്രോത്തിനെ അഫക്റ്റ് ചെയ്യുന്നതാണ് അല്ലേ. അതായത് ഇപ്പം ആൽക്കലിനിറ്റി ആവാം അല്ലെങ്കിൽ അസിഡിറ്റി ആവാം. ഓക്കെ, അപ്പോൾ ചില ഓർഗാനിസത്തിന് ഈ പറയുമ്പോഴൊക്കെ ഒരു ലോ pH അല്ലെങ്കിൽ ഒരു അസിഡിക് മീഡിയത്തിൽ വളരാൻ പറ്റത്തില്ല. പക്ഷേ ചിലതിനാണെങ്കിൽ അസിഡിക് മീഡിയത്തിൽ പോലും അവൾ നന്നായിട്ട് സർവൈവ് ചെയ്യും. അപ്പം pH ഓരോ ടൈപ്സ് ഓഫ്, അതായത് ഏത് ടൈപ്പ് ഓഫ് ബാക്ടീരിയ ആണ് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്ത് pHന് ഒരു ഇഫക്റ്റ് ഉണ്ട് അതിൻ്റെ ഗ്രോത്തിലും. ഓക്കെ, ഓരോ മൈക്രോ ഓർഗാനിസത്തിനും ഒരു മാക്സിമം അല്ലെങ്കിൽ ഒരു മിനിമം അല്ലെങ്കിൽ ഒപ്റ്റിമം pH റേഞ്ച് ഉണ്ട്. അതായത് ഇന്ന pHൽ ഇതൊരു മാക്സിമം ഗ്രോത്ത് കാണിക്കും, ഇന്ന pHൽ അതിൻ്റെ ഗ്രോത്ത് കുറവായിരിക്കും. ഇനി അതിൻ്റെ ഒപ്റ്റിമൽ, അതിനൊരു നോർമൽ ഒരു ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള pH ഇതാണ്. അങ്ങനെ ഓരോ മൈക്രോ ഓർഗാനിസത്തിനും അല്ലെങ്കിൽ ഓരോ മൈക്രോബിയൽ സ്പീഷീസിനും ഈ പറഞ്ഞൊക്കെ ഒരു മാക്സിമം അല്ലെങ്കിൽ ഒരു മിനിമം അല്ലെങ്കിൽ ഒരു ഒപ്റ്റിമം pH റേഞ്ച് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒപ്റ്റിമൽ pH ഫോർ ബാക്ടീരിയൽ ഗ്രോത്ത്, അതായത് ഓരോന്നിനും വ്യത്യാസമുണ്ട്. ഇപ്പോൾ ബാക്ടീരിയയുടെ നോർമൽ pH ആയിരിക്കില്ല നമ്മുടെ ഈസ്റ്റിന് വരുമ്പോൾ, ഈസ്റ്റിനായിരിക്കത്തില്ല ഫിലമെന്റസ് ഫംഗൈക്ക് വരുമ്പം. ഓക്കെ, അപ്പം ബാക്ടീരിയൽ ഗ്രോത്ത് എത്രയാണ്? 6 മുതൽ 8 ആണ്. അതായത് ബാക്ടീരിയൽ ഗ്രോത്തിൻ്റെ ഒപ്റ്റിമം pH ആണ് പറയുന്നത്, മാക്സിമം മിനിമം അല്ല. ഒരു ബാക്ടീരിയയുടെ ഒപ്റ്റിമം ഗ്രോത്ത് നടക്കാൻ വേണ്ട pH എത്രയാണ്? അത് 6 to 8 ആണ്. 6 to 8 ആണ്. ഈസ്റ്റ് വന്നിട്ട് 4.5 മുതൽ 6 ആണ് അല്ലേ. അപ്പം നമ്മുടെ ബാക്ടീരിയ എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഒരു ന്യൂട്രൽ pHന് മീൻ എടുക്കുവാണെങ്കിൽ ഒരു ന്യൂട്രൽ pHൽ വരും അല്ലേ. നമ്മൾ ഈസ്റ്റ് വന്നിട്ട് എത്രയാണ്? 4.5 to 6 ആണ്. കുറച്ചുകൂടി ഒരു അസിഡിക് മീഡിയമാണ് അല്ലേ. അതായത് നമ്മുടെ ബാക്ടീരിയനെ അപേക്ഷിച്ച് കുറച്ചുകൂടി അസിഡിക് മീഡിയമാണ് ഈസ്റ്റിന്, അതായത് 4.5 to 6. ഇനി ഫിലമെന്റസ് ഫംഗൈ വരുമ്പോഴത്തേക്ക് എന്താണ്? വീണ്ടും കുറച്ചുകൂടെ ഒരു ലോ pH മീഡിയമാണ്, അത് കുറച്ചുകൂടെ ഒരു അസിഡിക് മീഡിയമാണ്. 3.5 to 4 ആണ് അല്ലേ. നേരെ വെച്ച് 3.5 to 4 എന്ന് പറയുന്ന ഒരു മീഡിയത്തിൽ ബാക്ടീരിയക്ക് സർവൈവ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അപ്പം ഇതാണ് ഓരോന്നിൻ്റെ ഒപ്റ്റിമം pH. ബാക്ടീരിയക്ക് എത്രയാണ്? ഒരു 6 to 8 ആണ്. പിന്നെ ഇനി അടുത്ത ഈസ്റ്റ് വന്നിട്ട് എത്രയാണ്? 4.5 to 6 ആണ്. ഇനി ഫിലമെന്റസ് ഫംഗൈ വന്നിട്ട് എത്രയാണ്? 3.5 to 4 ആണ്. ഇതൊക്കെയാണ് അതിൻ്റെ ഒരു ഒപ്റ്റിമം pH. അപ്പോൾ ഇതിൽ നമുക്കൊരു ജനറൽ pH എങ്ങനെ പറയാൻ പറ്റും? ഓരോ മൈക്രോ അല്ലെങ്കിൽ എല്ലാ മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഒരു ജനറൽ pH നമുക്കൊരു 5 to 6 എന്ന് നമുക്കൊരു എല്ലാം കൂടെ എടുത്തിട്ടുള്ള ഒരു ആവറേജിൽ പറയാൻ പറ്റും. ഒരു 5 മുതൽ 6 pHൽ ഒരുവിധം എല്ലാ മൈക്രോ ഓർഗാനിസംസും അത്യാവശ്യം അവരുടെ ഒരു ഒപ്റ്റിമൽ pH ആണെന്ന് പറയാൻ പറ്റും. pHനും എന്താണ്? pH ഒരു ഇൻട്രിൻസിക് ഫാക്ടർ അഫക്റ്റിംഗ് മൈക്രോബിയൽ ഗ്രോത്ത് ആണ്. pH വന്നിട്ട് എന്ത് ചെയ്യുന്നു? മെഷർ ഓഫ് ദ ആൽക്കലിനിറ്റി അല്ലെങ്കിൽ അസിഡിറ്റി ആണ് അല്ലേ. ഇത് വന്നിട്ട് ഓരോ മൈക്രോ ഓർഗാനിസത്തിനും അതിൻ്റെ സ്പീഷീസ് അനുസരിച്ചിട്ട് ഒരു ഒപ്റ്റിമം, ഒരു മിനിമം, ഒരു മാക്സിമം pH ഉണ്ടായിരിക്കും. ഇവിടെ ബാക്ടീരിയയുടെ നമ്മൾ കണ്ടു 6 to 8 ആണ്. ഈസ്റ്റിൻ്റെ കണ്ടു എത്രയാണ്? 4.5 to 6 ആണ്. ഫിലമെന്റസ് ഫംഗൈ വരുമ്പോഴത്തേക്ക് 3.5 to 4 ആണ്. എല്ലാ മൈക്രോബ്സിൻ്റെ ഒരു ഒപ്റ്റിമൽ pH റേഞ്ച് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കൊരു 5 to 6 എന്ന് പറയാനായിട്ട് പറ്റും. ഓക്കെ, മനസ്സിലായല്ലോ. ഓക്കെ, ഇനി അടുത്ത വരുന്നത് റീഡോക്സ് പൊട്ടൻഷ്യൽ. അപ്പോൾ റീഡോക്സ് പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? ഓക്സിഡേഷൻ റിഡക്ഷൻ പൊട്ടൻഷ്യലാണ്. ഓക്സിഡേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കുന്ന ആ ഒരു
ടെൻഡൻസി. ഇനി റിഡക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇലക്ട്രോൺസിന് എടുക്കുന്നത്. ഓക്കെ, അപ്പം അതാണ് ഓക്സിഡേഷൻ റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അപ്പം ഇതിനും എന്താണ് നമ്മുടെ മൈക്രോബിയൽ ഗ്രോത്തിനകത്ത് ഒരു ഇഫക്റ്റ് ഉണ്ട്. ഈ ഓരോ മൈക്രോബ്സിനും അല്ലെങ്കിൽ അത് ഗ്രോ ചെയ്യുന്ന ഒരു ഫുഡ് മീഡിയത്തിൽ അതിനെ സറൗണ്ടിങ്സിലേക്ക് ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കാനും ഇലക്ട്രോൺസിനെ എടുക്കാനുള്ള ടെൻഡൻസിയാണ്. അതിനെയാണ് ഓക്സിഡേഷൻ റിഡക്ഷൻ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ റീഡോക്സ് പൊട്ടൻഷ്യൽ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ റീഡോക്സ് പൊട്ടൻഷ്യലിന് എന്താണ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ വേരിയസ് ഫാക്ടേഴ്സ്. ലൈക്ക് എന്തൊക്കെയുണ്ട്? ഇൻഹറന്റ് റീഡോക്സ് പൊട്ടൻഷ്യൽ ഓഫ് ദ ഫുഡ്, അതായത് ഓരോ ഫുഡ് ഐറ്റത്തിനും ഒരു റീഡോക്സ് പൊട്ടൻഷ്യൽ ഉണ്ടായിരിക്കും. ഇപ്പം നമ്മളിപ്പോൾ ഒരു അസിഡിക് ആയിട്ടുള്ള ഒരു സംഭവം എടുക്കുന്നു, അതിൻ്റെ റീഡോക്സ് പൊട്ടൻഷ്യൽ ആയിരിക്കത്തില്ല ചിലപ്പോൾ ഒരു ആൽക്കലൈൻ മീഡിയം. നമ്മൾ മിൽക്കിൻ്റെ എടുക്കുന്നു, മിൽക്കിൻ്റെ ആയിരിക്കത്തില്ല ചിലപ്പോൾ മീറ്റിന്. അപ്പോൾ ഓരോ ഫുഡിന് അതിൻ്റേതായ ഒരു റീഡോക്സ് പൊട്ടൻഷ്യൽ ഉണ്ട് അല്ലേ. അതായത് ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കാനോ അല്ലെങ്കിൽ ഇലക്ട്രോൺസിനെ എടുക്കാനായിട്ടുള്ള ഒരു ടെൻഡൻസി ഉണ്ട് അല്ലേ. നമ്മൾ ഫ്രീ റാഡിക്കൽസിൻ്റെ ഒക്കെ ക്ലാസ്സിലൊക്കെ നമ്മൾ എന്താണ് ഫ്രീ റാഡിക്കൽസ് ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. അതിനകത്ത് ഈ പറഞ്ഞ ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കാനും എടുക്കാനും ഒക്കെയുള്ള ടെൻഡൻസി ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാ ലിവിങ് സ്പീഷീസിനുള്ള ഒരു ടെൻഡൻസി ആണിത്. ഓക്കെ, അപ്പം ഒരു ഫുഡ് ഐറ്റത്തിന് അതിൻ്റെതായ ഒരു റീഡോക്സ് പൊട്ടൻഷ്യൽ ഉണ്ടായിരിക്കണം. പിന്നെ ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടർ എന്താണ്? ഇറ്റ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ ഫുഡ്സ് എബിലിറ്റി ടു റെസിസ്റ്റ് ചേഞ്ചസ് ഇൻ ദ പൊട്ടൻഷ്യൽ. അതായത് ഈ പറഞ്ഞോണൊക്കെ പൊട്ടൻഷ്യൽ ചേഞ്ച് വരാതെ റെസിസ്റ്റ് ചെയ്യാൻ ഫുഡിനൊരു ടെൻഡൻസി ഉണ്ട്. അതിനെയാണ് നമ്മൾ പോയിസിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് കേട്ടോ. പോയിസിങ് കപ്പാസിറ്റി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതായത് എല്ലാ ഫുഡ് ഐറ്റംസിനും ഒരു റീഡോക്സ് പൊട്ടൻഷ്യൽ ഉണ്ട്. അതായത് ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കാനോ ഇലക്ട്രോൺസിനെ സ്വീകരിക്കാനോ ഉള്ള ഒരു ഫുഡിൻ്റെ ഐറ്റം അനുസരിച്ചിട്ട് അവർക്ക് ടെൻഡൻസി ഉണ്ട്. ഓക്കെ, പക്ഷേ പല ഫുഡിനും എന്താണ് ഇങ്ങനത്തെ ചേഞ്ചസ് വരാണ്ട് റെസിസ്റ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നു, ആ ഒരു ഫുഡിൻ്റെ എബിലിറ്റി ടു റെസിസ്റ്റ് ചേഞ്ചസ് ഇൻ ദ പൊട്ടൻഷ്യൽ. അതായത് പൊട്ടൻഷ്യൽ ചേഞ്ച് വരാതെ റെസിസ്റ്റ് ചെയ്യാനുള്ള ഫുഡിൻ്റെ ടെൻഡൻസിനെ നമ്മൾ എന്ത് പറയും? പോയിസിങ് കപ്പാസിറ്റി ഓഫ് ഫുഡ് എന്ന് പറയും. ഓക്കെ, പോയിസിങ് കപ്പാസിറ്റി ഒരു ഫാക്ടറാണ്. അതുപോലെ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ്റെ പാർഷ്യൽ പ്രഷർ എന്താണ് റീഡോക്സ് പൊട്ടൻഷ്യൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇഫക്റ്റ് ഓഫ് അറ്റ്മോസ്ഫിയർ. അതായത് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ വന്നിട്ട് എന്താണ് ഓക്സിജൻ ഉണ്ട് അല്ലേ. അതുപോലെ തന്നെ ഇപ്പോൾ ഓക്സിജൻ്റെ പാർഷ്യൽ പ്രഷർ അവിടെ വരുന്നുണ്ട്. അതും എന്തിനെ അഫക്റ്റ് ചെയ്യും? റീഡോക്സ് പൊട്ടൻഷ്യലിനെ അഫക്റ്റ് ചെയ്യും. അതായത് ഇഫക്റ്റ് ഓഫ് അറ്റ്മോസ്ഫിയറും റീഡോക്സ് പൊട്ടൻഷ്യലിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. അപ്പോൾ നമ്മൾ pH കണ്ടു. അടുത്തത് പറയുന്നതാണ് റീഡോക്സ് പൊട്ടൻഷ്യൽ എന്താണ്? ഓക്സിഡേഷൻ റിഡക്ഷൻ പൊട്ടൻഷ്യലാണ്. അല്ലെങ്കിൽ നമ്മൾ സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ ഓരോ സ്പീഷീസിൻ്റെയും ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാനോ അല്ലെങ്കിൽ ഇലക്ട്രോണിനെ എടുക്കാനോ ഉള്ള ആ ഒരു പൊട്ടൻഷ്യലിനെയാണ് നമ്മൾ റീഡോക്സ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഓക്സിഡേഷൻ റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഇതിന് ഓരോ ഫുഡ് ഐറ്റത്തിനും ഓരോ സ്പെസിഫിക് റീഡോക്സ് പൊട്ടൻഷ്യൽ ഉണ്ട്. ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പ്രധാനമായിട്ടും എന്താണ്? രണ്ട് ഫാക്ടേഴ്സാണ്. ഒന്നെന്ന് പറയുന്നത് പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ഉണ്ട്. പിന്നെ ഫുഡിൻ്റെ തന്നെ ഈ പൊട്ടൻഷ്യൽ ചേഞ്ചിനെ റെസിസ്റ്റ് ചെയ്യുന്ന ഫുഡിൻ്റെ ഒരു ഫാക്ടർ ഉണ്ട്, അല്ലെങ്കിൽ ഫുഡിൻ്റെ ഒരു എബിലിറ്റി ഉണ്ട്. അതിനെയാണ് നമ്മൾ പോയിസിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ അറ്റ്മോസ്ഫറിക്കിൻ്റെ ഒരു ഇഫക്റ്റ് വരുന്നുണ്ട് അല്ലേ റീഡോക്സ് പൊട്ടൻഷ്യലിൽ. അപ്പം ഇതൊക്കെ എന്താണ്? റീഡോക്സ് പൊട്ടൻഷ്യലും നമ്മുടെ ബാക്ടീരിയൽ ഗ്രോത്തിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. ഇനി അടുത്തത് വന്നിട്ട് ന്യൂട്രിയൻ്റ് കണ്ടൻറ്റ് അല്ലെ. ന്യൂട്രിയൻ്റ് കണ്ടൻറ്റ് ഒരു ഫാക്ടറാണ്. കാര്യം നമുക്കറിയാം മൈക്രോ ഓർഗാനിസംസ് ഗ്രോ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു അവർക്ക് ആവശ്യമുള്ള ന്യൂട്രിയൻസ് വേണം. നമ്മൾ ന്യൂട്രിയൻ്റ് മീഡിയം ഒക്കെ പഠിച്ചതാണ്. അപ്പം ഓരോ മൈക്രോ ഓർഗാനിസത്തിനും റിക്വയർഡ് ആയിട്ടുള്ള നമ്മൾ ന്യൂട്രിയൻസ് ആഡ് ചെയ്ത് കൊടുക്കും, അല്ലെങ്കിൽ എൻറിച്ച് മീഡിയം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ന്യൂട്രിയൻ്റ് കണ്ടൻറ്റ് ആവശ്യമാണ് അല്ലേ. ഇപ്പോൾ അതിന് വളരാൻ വേണ്ട ഫുഡ് വേണം. ഫുഡില്ലാണ്ട് അതിന് വളരാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസിനും എന്തുണ്ടായിരിക്കും? ഓരോ മൈക്രോ ഓർഗാനിസത്തിന് വേണ്ട ന്യൂട്രിയൻസ് അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പം മൈക്രോബ്സ് എന്തിനാണ്? റിക്വയർ ഫുഡ് ഫോർ എനർജി ആൻഡ് ഗ്രോത്ത് വിച്ച് ഈസ് മെയിൻലി കാർബോഹൈഡ്രേറ്റ്. അപ്പം ഈ മൈക്രോബ്സിൻ്റെ കേസിൽ വരുമ്പോഴത്തേക്ക് ഇവരുടെ ആ ഒരു എനർജി അല്ലെങ്കിൽ അവരുടെ ഫുഡ് ഫോർ ഗ്രോത്ത് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും കാർബോഹൈഡ്രേറ്റ് ആണ്. കാർബോഹൈഡ്രേറ്റ് മെയിൻലി ഏത് ഫോമിലാണ്? ഷുഗേഴ്സിൻ്റെ ഫോമിലാണ് അല്ലേ. അതായത് നമ്മുടെ ഷുഗർ സൊല്യൂഷൻ്റെ ഫോമിലാണ്, അല്ലെങ്കിൽ ഷുഗേഴ്സിൻ്റെ പല ടൈപ്പ് ഓഫ് ഷുഗേഴ്സിൻ്റെ ഫോമിലായിരിക്കും ആ ഒരു ന്യൂട്രിയൻസ് അല്ലെങ്കിൽ നമ്മുടെ മൈക്രോ ഓർഗാനിസത്തിന് വേണ്ട ന്യൂട്രിയൻസ് അത് കിട്ടുന്നത്. ഓക്കെ, മിക്കവാറും ഒരുവിധപ്പെട്ട എല്ലാ മൈക്രോ ഓർഗാനിസംസും ഷുഗേഴ്സിൽ നിന്നാണ് അവരുടെ ഒരു ന്യൂട്രിയൻ അല്ലെങ്കിൽ അവരുടെ എനർജി ഡെറിവേറ്റീവ് ഫോം അവർ കണ്ടെത്തുന്നത്. പക്ഷെ ചിലത് എന്താണ്? കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് അല്ലേ. കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് സെല്ലുലോസ് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ആണ്, സ്റ്റാർച്ച് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ആണ്. അപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങളെയും വളരെ റെയർലി ഈ പറഞ്ഞൊക്കെ യൂസ് ചെയ്യാറുണ്ട് ഒരു എനർജി പ്രൊവൈഡിങ് മീഡിയമായിട്ട്, അല്ലെങ്കിൽ ഒരു എനർജി പ്രൊവൈഡിങ് സോഴ്സ് ആയിട്ട്. പ്രധാനമായിട്ട് ഷുഗേഴ്സാണ്. ഷുഗേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ലാക്ടോസ്, മാൾട്ടോസ് അതൊക്കെ ഷുഗേഴ്സ് ആ ഒരു കാറ്റഗറി വരുന്ന സാധനമാണ്. ഓക്കെ,
ഇനി ഇവിടെ പറയുന്നൊരു കാര്യം, ചില മൈക്രോ ഓർഗാനിസത്തിന് ഇപ്പോൾ ലാക്ടോസോ അല്ലെങ്കിൽ മാൾട്ടോസോ ഒന്നും എഫിഷ്യൻ്റ്ലി അത് യൂസ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അവർക്ക് ആ ഒരു അതിനെ ഹൈഡ്രലൈസ് ചെയ്യാനുള്ള പവർ ഉണ്ടായിരിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന മാൾട്ടോസോ അല്ലെങ്കിൽ ലാക്ടോസിലോ ഒക്കെ വളരുന്ന മൈക്രോ ഓർഗാനിസം അല്ലെങ്കിൽ നമ്മൾ വളർത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, ഇവർക്ക് ആ ന്യൂട്രിയൻറ്റ് ഡിറൈവ് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം എന്താണ്, അതിന് മാൾട്ടോസ് അല്ലെങ്കിൽ ലാക്ടോസിനെ ഹൈഡ്രലൈസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട്. അപ്പം ഇത് പറയുമ്പോൾ മാൾട്ടോസും ലാക്ടോസും ഒക്കെ ഷുഗേഴ്സ് ആണല്ലേ, കാർബോഹൈഡ്രേറ്റ്സിൽ തന്നെ ഷുഗേഴ്സിൻ്റെ കാറ്റഗറി വരുന്നതാണ്. പക്ഷേ എല്ലാ മൈക്രോ ഓർഗാനിസത്തിനും ലാക്ടോസ് അല്ലെങ്കിൽ മാൾട്ടോസിനെ എന്താണ് ഇഫക്റ്റീവ്ലി എനർജി സോഴ്സ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റില്ല. അപ്പം അങ്ങനെയുള്ള മൈക്രോ ഓർഗാനിസത്തിനെ നമുക്ക് ഈ പറയുന്ന മീഡിയത്തിലൊന്നും പ്രോപ്പറായിട്ട് വളർത്താൻ പറ്റില്ല. ഓക്കെ, പിന്നെ പറയുന്നത് എന്താണ്, സം മൈക്രോബ്സ് ക്യാൻ ബ്രേക്ക് ഡൗൺ പെക്റ്റിൻ ഇൻ ഫ്രൂട്ട്സ്. അതായത് നമ്മുടെ ഫ്രൂട്ട്സ് ഒക്കെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഈ ജാമിനകത്ത് ആ ഒരു കൺസിസ്റ്റൻസി ഉണ്ടാക്കുന്ന സാധനമാണ് പെക്റ്റിൻ എന്നൊക്കെ പറഞ്ഞ് പഠിക്കുന്നുണ്ട്. ഓക്കെ, ഈ പെക്റ്റിനിൽ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിലുള്ള പെക്റ്റിനെയൊക്കെ ബ്രേക്ക് ഡൗൺ ചെയ്ത് അതൊരു എനർജി സോഴ്സ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ചില മൈക്രോ ഓർഗാനിസത്തിന് ലിപ്പിഡ്സ് യൂസ് ചെയ്യാൻ പറ്റും, അതിലൊക്കെ പ്രോട്ടീൻസ് യൂസ് ചെയ്യാൻ പറ്റും. അതാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്, വെരി റെയർലി, അതായത് കോമൺലി നമ്മുടെ കാർബോഹൈഡ്രേറ്റ്സ് ഇൻ ദ ഫോം ഓഫ് ഷുഗേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ വളരെ റെയർ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇവർക്ക് ഫാറ്റിൽ നിന്നും അവർക്ക് എനർജി ഉണ്ടാക്കാനായിട്ട് പറ്റും. എങ്ങനെയാണ്, ഫാറ്റിന് വന്നിട്ട് ഈ മൈക്രോ ഓർഗാനിസത്തിലുള്ള ലിപ്പേസ് വന്നിട്ട് ഈ ഫാറ്റിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് നമുക്കറിയാം ഫാറ്റിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ എന്തായിട്ട് മാറും, നമ്മുടെ ഫാറ്റി ആസിഡ്സ് അതിലൊക്കെ ഗ്ലിസറോൾസ് ഒക്കെ ഉണ്ടായിട്ട് മാറും. ഓക്കെ, അപ്പം ഇങ്ങനെ ഹൈഡ്രലൈസ് ചെയ്യും, അതിൽ നിന്ന് എനർജി ഡിറൈവ് ചെയ്യുന്ന ഓർഗാനിസംസും ഉണ്ട്. അത് കൂടുതൽ ഏത് ടൈപ്പ് ഓഫ് മൈക്രോബ്സ് ആയിരിക്കും, എയ്റോബിക് മൈക്രോബ്സ് ആയിരിക്കും കേട്ടോ. എയ്റോബിക് മൈക്രോബ്സ് ആണ് ഈ പറഞ്ഞൊക്കെ ഫാറ്റ് ഡീകമ്പോസ് ചെയ്ത് അല്ലെങ്കിൽ ഫാറ്റ് ഹൈഡ്രലൈസ് ചെയ്തിട്ട് അതിൽ നിന്ന് നമ്മുടെ ഫാറ്റി ആസിഡ്സും ഗ്ലിസറോളും ആക്കി മാറ്റിയിട്ട് എനർജി ഡിറൈവ് ചെയ്യുന്നത്. വളരെ റെയർലി ആണ്, പക്ഷേ ചെയ്യുന്നത് മിക്കവാറും കൂടുതലും എയറോബിക് മൈക്രോ ഓർഗാനിസംസ് ആയിരിക്കും. അപ്പം ഫാറ്റിൽ നിന്ന് എനർജി ഡിറൈവ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പ്രോട്ടീൻസിനെ യൂസ് ചെയ്തെന്ന് കാണും അല്ലേ. അപ്പം സെർട്ടൺ മൈക്രോ ഓർഗാനിസംസ് ഒബ്റ്റെയിൻ എനർജി ഫ്രം പെപ്റ്റൈഡ്സ് ആൻഡ് അമിനോ ആസിഡ്സ് അല്ലേ. അതായത് നമുക്കറിയാം പ്രോട്ടീൻസിൻ്റെ യൂണിറ്റ്സ് എന്താണ്, അമിനോ ആസിഡ്സ് ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഈ പ്രോട്ടീൻസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഹൈഡ്രലൈസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, നമുക്ക് പെപ്റ്റൈഡ്സും അമിനോ ആസിഡ്സും കിട്ടും. അപ്പോൾ ഇതിനെ ഒരു എനർജി സോഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം മീറ്റ് എന്ന് പറയുന്നത്, മീറ്റിനകത്ത് എന്താണ്, മീറ്റ് ഒരു പ്രോട്ടീൻ സോഴ്സ് അല്ലെങ്കിൽ പ്രോട്ടീൻ കണ്ടന്റ് ഉള്ള ഒരു സബ്സ്റ്റൻസ് ആണ്. അപ്പം ഈ മീറ്റിനെ ഡീകമ്പോസ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു പ്രോട്ടിയോലൈറ്റിക് ആക്ടിവിറ്റി ഉള്ള സ്പീഷീസ് ആണ് ഏത്, നമ്മുടെ സ്യൂഡോമോണാസ് എന്ന് പറയുന്ന സ്പീഷീസ്. അപ്പം ഈ സ്പീഷീസ് വന്നിട്ട് എന്താ ചെയ്യുന്നത്, മീറ്റിനെ ഹൈഡ്രലൈസ് ചെയ്തിട്ട് അതിൽ നിന്ന് നമ്മുടെ പെപ്റ്റൈഡ്സും അമിനോ ആസിഡ്സും ഉണ്ടാക്കിയിട്ട് അതാണ് അവർ എനർജി സോഴ്സ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ പറയുന്ന എല്ലാം എന്താണ്, ഇത് ന്യൂട്രിയൻസ് ആണ് അല്ലേ. അതായത് ഈ പറഞ്ഞ നമ്മുടെ മൈക്രോ ഓർഗാനിസത്തിന് ന്യൂട്രിയൻസ് വേണം, ന്യൂട്രിയൻ കണ്ടന്റ് വേണം. അത് കോമൺലി കാർബോഹൈഡ്രേറ്റ് ആണ്, ഇൻ ദ ഫോം ഓഫ് ഷുഗേഴ്സ് ആണ്. വെരി റെയർലി കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ആയിട്ടുള്ള സ്റ്റാർച്ച്, അതുപോലെ തന്നെ സെല്ലുലോസ് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ ഷുഗേഴ്സ് യൂസ് ചെയ്യുന്ന പറയുമ്പോഴും എല്ലാ മൈക്രോ ഓർഗാനിസത്തിനും എല്ലാ ഷുഗേഴ്സിനെയും ഹൈഡ്രലൈസ് ചെയ്യാനും എനർജി ഡിറൈവ് ചെയ്യാനും പറ്റില്ല അല്ലേ. ഫോർ എക്സാമ്പിൾ മാൾട്ടോസും ലാക്ടോസും ഒന്നും ഹൈഡ്രലൈസ് ചെയ്യാൻ പറ്റാത്ത മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. ഇനി വന്നിട്ട് എന്താ പറയുന്നത്, പെക്റ്റിൻ അല്ലെ, നമ്മുടെ വെജിറ്റബിൾസിലും അല്ലെങ്കിൽ നമ്മുടെ ഫ്രൂട്ട്സിലും ഒക്കെയുള്ള പെക്റ്റിനെ ഈ പറഞ്ഞ ഹൈഡ്രലൈസ് ചെയ്ത് അതൊരു എനർജി സോഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ പെക്റ്റിന് വന്നിട്ട് എന്താണ്, അതും ഒരു കാർബോഹൈഡ്രേറ്റ് ആണ്, അല്ലെങ്കിൽ ഒരു കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് കാറ്റഗറിയിൽ വരുന്ന സാധനമാണ്. പിന്നെ വളരെ റെയർ ആയിട്ട് സെർട്ടൻ ഗ്രൂപ്പ്സ് ഓഫ് എയ്റോബിക് മൈക്രോബ്സ്, അത് വന്നിട്ട് നമ്മുടെ ലിപ്പിഡ്സിനെ ഹൈഡ്രലൈസ് ചെയ്തിട്ട് ലിപ്പിഡ്സിനെ ഇതിനകത്തുള്ള ലിപ്പേസസ് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് നമ്മുടെ ഫാറ്റി ആസിഡ്സും ഗ്ലിസറോളും ഫോം ചെയ്തിട്ട് അതൊരു എനർജി സോഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഇവരുടെ ന്യൂട്രിയൻസ് ആയിട്ട് അവർ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ചില മൈക്രോബ്സ്, ഫോർ എക്സാമ്പിൾ നമ്മുടെ ഇപ്പം മീറ്റിനെയൊക്കെ ഹൈഡ്രോലൈസ് ചെയ്യുന്ന സ്യൂഡോമോണാസ് പോലത്തെ സ്പീഷീസ്, ഇത് വന്നിട്ട് എന്ത് ചെയ്യുന്നു, മീറ്റിനെ ഹൈഡ്രലൈസ് ചെയ്തിട്ട് അമിനോ ആസിഡ്സും പെപ്റ്റൈഡ്സും ഉണ്ടാക്കുന്നതും അതിനെ ഒരു ന്യൂട്രിയൻസ് ആയിട്ട് അല്ലെങ്കിൽ അതിൽ നിന്ന് അതിനെ എനർജി ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ എല്ലാം ന്യൂട്രിയൻസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ pH കണ്ടു, റിഡോക്സ് കണ്ടു, ന്യൂട്രിയൻറ്റ് കണ്ടു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഫുഡിനകത്തുള്ള കോൺസെൻട്രേഷൻ ഓഫ് ഫുഡിൻ്റെ സൊല്യൂഷൻ, അതായത് ഒരു സൊല്യൂഷനിൽ ഇപ്പോൾ നമ്മുടെ മൈക്രോ ഓർഗാനിസം വളരുന്ന ആ ഒരു സൊല്യൂഷനിൽ എന്തോരം കോൺസെൻട്രേഷൻ ഓഫ് ഫുഡ് ഉണ്ട് എന്നത് എന്ത് ചെയ്യുന്നു, ആ ഒരു ഇതിൻ്റെ ഓസ്മോസിസിനെ എഫക്റ്റ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഷുഗർ സൊല്യൂഷൻ ആണെന്നിരിക്കട്ടെ, അപ്പോൾ അതിനകത്ത് എന്തോരം ആ ഒരു കണ്ടന്റ് ഓഫ് ഷുഗർ ഉണ്ട് എന്നുള്ളതിന് എന്ത് ചെയ്യുന്നു, ഒന്ന് ഓസ്മോസിസിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ മോയ്സ്ചർ അവൈലബിലിറ്റിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് രണ്ടും എന്താണ്, ബാക്ടീരിയൽ ഗ്രോത്തിനെ ഇൻഫ്ലുവൻസ്
യൂസ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. അതിലൊക്കെ ഇവിടെ മറ്റൊരു കാര്യം പറയുന്നുണ്ട്, അതായത് ഇപ്പോൾ നമ്മുടെ മോൾഡ്, ഈസ്റ്റ് അല്ലെങ്കിൽ ഇപ്പോൾ ഈ ആൽഗ പോലത്തെ സംഭവങ്ങളൊക്കെ എന്താണ് ഹൈ ഷുഗർ കോൺസെൻട്രേഷൻസിൽ ഗ്രോ ചെയ്യുന്ന സംഭവങ്ങളാണ്. ഓക്കെ, നേരെ മറിച്ച് ബാക്ടീരിയ ആണെങ്കിലോ, ബാക്ടീരിയക്ക് ഇപ്പോഴൊക്കെ ഹൈ ഷുഗർ കോൺസെൻട്രേഷനിൽ ഗ്രോ ചെയ്യില്ല. അവരെങ്ങനെയാണ് ലോ ഷുഗർ കോൺസെൻട്രേഷനിലായിരിക്കും ഗ്രോ ചെയ്യുന്നത് അല്ലേ. അത് നമുക്കിപ്പോൾ ഇങ്ങനെ ആലോചിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ ഇപ്പോൾ ഈ ജാം പോലത്തെ എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം ഹൈ ഷുഗർ കോൺസെൻട്രേഷനാണ്. പക്ഷേ നമ്മളത് പ്രോപ്പറായിട്ട് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഇതിനകത്ത് ഇപ്പോൾ ഈ പൂപ്പ് പോലത്തെ സംഭവങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പം മോൾഡും ഈസ്റ്റും ഒക്കെ എന്താണ് ഹൈ ഷുഗർ കോൺസെൻട്രേഷൻസിൽ ഗ്രോ ചെയ്യും. പക്ഷെ ബാക്ടീരിയ വന്നിട്ട് എന്താണ് ഹൈ ഷുഗർ കോൺസെൻട്രേഷനിൽ അവർക്ക് ത്രൈവ് ചെയ്യാൻ പറ്റില്ല. പിന്നെ എങ്ങനെയാണ് ലോ ഷുഗർ കോൺസെൻട്രേഷനിൽ അവർക്ക് വളരാനായിട്ട് പറ്റത്തുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഗ്രോത്തിന് യൂസ് ചെയ്യുന്ന മറ്റൊരു ഫാക്ടറാണ് നമ്മുടെ നൈട്രജൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പം നൈട്രജൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു പ്രോട്ടീൻസിനെ സോഴ്സായിട്ട് യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലേ. അപ്പം ചില മൈക്രോബ്സിന് എന്താണ് ഈ പ്രോട്ടീൻസിനെ ഹൈഡ്രലൈസ് ചെയ്തിട്ട് അതിനകത്തുള്ള നൈട്രജനെ, അതായത് നൈട്രജൻ അവരുടെ ഗ്രോത്തിന് റിക്വയർഡ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസിന് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ പ്രോട്ടീൻ സോഴ്സുകളെ വിഘടിപ്പിച്ചിട്ട് അതിനകത്തുള്ള നൈട്രജനെ അവരുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ചില മൈക്രോ ഓർഗാനിസത്തിന് എന്താണ് ഈ പറഞ്ഞൊക്കെ പെപ്റ്റൈഡ്സ് അല്ലെങ്കിൽ അമിനോ ആസിഡ്സ് അല്ലെങ്കിൽ യൂറിയ അല്ലെങ്കിൽ അമോണിയ, ഇതെല്ലാം നൈട്രജൻ കണ്ടെയ്നിങ് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ആണ്. ഇതിൽ നിന്നും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞോണൊക്കെ നൈട്രജനെ അവർക്ക് യൂട്ടിലൈസ് ചെയ്തിട്ട് അവരുടെ ന്യൂട്രീഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ കാർബോഹൈഡ്രേറ്റ് ഇതെല്ലാം ഒരു ന്യൂട്രിയൻ സോഴ്സ് ആയിട്ട് കണ്ടു, ലിപ്പിഡ്സ് കണ്ടു, പ്രോട്ടീൻസിനെ യൂസ് ചെയ്യുന്നു എന്ന് കണ്ടു. പിന്നെ എന്താണ് ഇപ്പോൾ ഷുഗർ കോൺസെൻട്രേഷനിൽ ഷുഗർ സൊല്യൂഷനിൽ ഓരോ മൈക്രോ ഓർഗാനിസംസ് എങ്ങനെയൊക്കെ ത്രൈവ് ചെയ്യുന്നു എന്ന് കണ്ടു. പിന്നെ കോൺസെൻട്രേഷൻ ഓഫ് ഫുഡ് ഇൻ എ സൊല്യൂഷൻ അതെന്തിനെയൊക്കെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്, ഓസ്മോസിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ മോയ്സ്ചർ അവൈലബിലിറ്റിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നൈട്രജനെ യൂസ് ചെയ്യുന്ന മൈക്രോ ഓർഗാനിസംസ് എന്താണ് ഇപ്പോൾ പറഞ്ഞ അമോണിയ അല്ലെങ്കിൽ പെപ്റ്റൈഡ്സ്, അമിനോ ആസിഡ്സ്, യൂറിയ, ഇതിൽ നിന്നൊക്കെ നൈട്രജനെ യൂസ് ചെയ്തിട്ട് അവരുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്ത് മൈക്രോബ്സ് ഒബ്റ്റെയിൻ കാർബൺ ഫ്രം ദർ ഗ്രോത്ത് ഫ്രം കാർബൺ ഡൈ ഓക്സൈഡ് ഓർ ഓർഗാനിക് കോമ്പൗണ്ട്സ്. ഇനി സപ്പോസ് ചില മൈക്രോ ഓർഗാനിസത്തിന് കാർബൺ വേണം, അവർക്ക് ആ കാർബൺ എവിടെ നിന്ന് കിട്ടും, ഈ പറഞ്ഞോണൊക്കെ നമ്മുടെ മീഡിയാസിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിൽ നിന്ന് കിട്ടും, അല്ലെങ്കിൽ ഓർഗാനിക് കണ്ടന്റ് ഉണ്ടായിരിക്കും. ആ ഓർഗാനിക് കണ്ടന്റിൽ നിന്ന് എന്താണ് ഓർഗാനിക് എന്ന് പറയുമ്പോൾ നമ്മുടെ കാർബൺ കണ്ടെയ്നിങ് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളെയാണ് നമ്മൾ ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ ആ ഒരു ഓർഗാനിക് കോമ്പൗണ്ടിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, ആ കാർബണിനെ ഡിറൈവ് ചെയ്ത് ന്യൂട്രിയൻസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ചില എസെൻഷ്യൽ മിനറൽസ് അല്ലെ ഈ പറഞ്ഞ നമ്മുടെ സൾഫർ പോലത്തെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇവർക്ക് അവരുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട് വേണ്ടി വരും. ഓക്കെ, പിന്നെ വൈറ്റമിൻസ് വേണ്ടി വരും. പിന്നെ അതുപോലെ സ്റ്റോറേജ് ആൻഡ് പ്രൊലോങ്ഡ് പീരീഡ്സ് ക്യാൻ ലീഡ് ടു ഡിക്രീസ്ഡ് ലെവൽസ് ഓഫ് ഗ്രോത്ത് ഫാക്ടേഴ്സ്. അതായത് നമ്മളിപ്പം ഈ ഗ്രോത്ത് കർവ് ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ പറയും, അതായത് ആദ്യം ഒരു മീഡിയയിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് എന്താണ് നമ്മുടെ ബാക്ടീരിയാസ് ഒരു ചെറിയ സ്ലോ ഗ്രോത്ത് കാണിച്ച് പിന്നെ ആ ന്യൂട്രിയൻസിനൊക്കെ യൂസ് ചെയ്തിട്ട് ഒരു റാപ്പിഡ് ഗ്രോത്ത് കാണിക്കും. പിന്നെ എന്താ സംഭവിക്കുന്നത്, ഈ ന്യൂട്രിയൻസ് എല്ലാം ഉപയോഗിച്ച് തീരുമ്പോൾ അതൊരു സ്റ്റേഷനറി ഫേസിലേക്ക് പോകും അല്ലേ. അപ്പം കുറേ നാൾ നമ്മൾ ഈ പറഞ്ഞൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ സ്റ്റോറേജ് ആൻഡ് പ്രൊലോങ്ഡ് പീരീഡ്സിൽ നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, ഈ ന്യൂട്രിയൻസ് എല്ലാം അവിടെ കുറഞ്ഞു വരികയും ചെയ്യും. എന്ത് ചെയ്യുന്നു, ഡിക്രീസ്ഡ് ലെവൽസ് ഓഫ് ഗ്രോത്ത് ഫാക്ടേഴ്സ്, അതായത് ഈ പറഞ്ഞ എല്ലാ ഗ്രോത്ത് ഫാക്ടേഴ്സിൻ്റെ ഡിക്രീസിലേക്ക് കാര്യമാകുകയും ചെയ്യും. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്, ഇവിടെ നമ്മൾ ന്യൂട്രിയൻസിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ കോമൺ ആയിട്ട് കാർബോഹൈഡ്രേറ്റ്സ് ആണ്, ഷുഗേഴ്സ് ആണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ചില കോംപ്ലക്സ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റിലേക്ക് സെല്ലുലോസും അതിലൊക്കെ സ്റ്റാർച്ചും പിന്നെ നമ്മുടെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിലുള്ള പെക്റ്റിനൊക്കെ യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. പിന്നെ എയറോബിക് ആയിട്ടുള്ള ചില മൈക്രോ ഓർഗാനിസംസ് വളരെ റെയർ ആയിട്ടാണെങ്കിൽ പോലും ലിപ്പിഡ്സിനെ ഒരു സോഴ്സ് ഓഫ് എനർജി ആയിട്ട് അല്ലെങ്കിൽ ഒരു ന്യൂട്രിയൻ സോഴ്സ് ആയിട്ട് കാണുന്നുണ്ട് അല്ലേ. പിന്നെ പ്രോട്ടീൻസിനെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഷുഗർ സൊല്യൂഷൻസിൽ ഇപ്പോൾ ഹൈ ഷുഗർ സൊല്യൂഷൻസിലാണെങ്കിൽ നമ്മുടെ മോൾഡ് അതുപോലെ തന്നെ അങ്ങനത്തെയൊക്കെ ഗ്രോ ചെയ്യും. നേരെ മറിച്ച് ലോ ഷുഗർ കോൺസെൻട്രേഷന് മാത്രമേ ബാക്ടീരിയ സർവൈവ് ചെയ്യൂ എന്ന് പറഞ്ഞു. പിന്നെന്താ നമ്മൾ പറഞ്ഞത്, മൈക്രോബ്സിന് എന്താണ് ഇപ്പോൾ നൈട്രജൻ അവരുടെ ഗ്രോത്തിന് വേണ്ട മൈക്രോബ്സ് ഇപ്പോൾ അമോണിയ അല്ലെങ്കിൽ പെപ്റ്റൈഡ്സ് അല്ലെങ്കിൽ യൂറിയ അങ്ങനത്തെ നൈട്രജൻ കണ്ടെയ്നിങ് കോമ്പൗണ്ട്സിൽ നിന്ന് അവരത് ഡിറൈവ് ചെയ്തിട്ട് യൂസ് ചെയ്യും. ഇനി കാർബൺ വേണ്ടയാണെങ്കിൽ എന്ത് സംഭവിക്കും, അത് കാർബൺ കണ്ടെയ്നിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡിൽ നിന്നോ അല്ലെങ്കിൽ ഓർഗാനിക് കോമ്പൗണ്ട്സിൽ നിന്നോ ആ കാർബൺ സോഴ്സിനെ അവർ കണ്ടെത്തും. ഇനി ഇവർക്ക് മൈക്രോ ന്യൂട്രിയൻസ് വേണ്ടി വരും, വൈറ്റമിൻസ് വേണ്ടി വരും അല്ലേ. അതുപോലെ തന്നെ പ്രൊലോങ്ഡ് നാളത്തേക്ക് അല്ലെങ്കിൽ കുറേ നാൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ഗ്രോത്ത് ഫാക്ടേഴ്സിലൊക്കെ ഡിക്രീസ് സംഭവിക്കും.
ഓക്കെ, അടുത്ത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ആൻറ്റി മൈക്രോബിയൽ കണ്ടന്റ് ആണ്. അപ്പം നമ്മൾ ഇതുവരെ പറഞ്ഞതൊക്കെ എന്താണ്, കുറച്ച് ന്യൂട്രിയൻസ് ആണെങ്കിലും അതിന് ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന സാധനമാണ് അല്ലേ. ഇനി അതുപോലെ തന്നെ നമ്മുടെ ഇപ്പം വാട്ടർ കണ്ടന്റ് എന്നൊക്കെ പറഞ്ഞാൽ ന്യൂട്രിയൻസ് അതിൻ്റെ ഒരു ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന സംഭവങ്ങളാണ്. അപ്പോൾ ഈ ആൻറ്റി മൈക്രോബിയൽ കണ്ടന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ചില സബ്സ്റ്റൻസസ്, അതായത് നമ്മളിവിടെ ഫുഡിലുള്ള മൈക്രോബ്സിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പം ആ സബ്സ്റ്റൻസിലുള്ള അല്ലെങ്കിൽ ആ ഒരു മീഡിയത്തിലുള്ള ചില കണ്ടൻസ് നമ്മുടെ മൈക്രോബിയൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ ആൻറ്റി മൈക്രോബിയൽ ആക്ടിവിറ്റിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ എന്താണ്, സർട്ടൻ ഇൻഹിബിറ്ററി സബ്സ്റ്റൻസ് ക്യാൻ അഫക്റ്റ് മൈക്രോബിയൽ ഗ്രോത്ത്. ദേ ക്യാൻ ബി നാച്ചുറലി പ്രസൻറ്റ്. ചിലപ്പം ആ ഒരു ഫുഡ് ഐറ്റത്തിൽ നാച്ചുറലി തന്നെ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ഇൻറ്റൻഷനലി ആഡ് ചെയ്യുന്നതായിരിക്കും. അല്ലാതെ ഇപ്പോൾ ഈ ഫുഡ് പ്രിസർവേഷൻ്റെ ഒക്കെ ഭാഗമായിട്ട് സ്പോയിലേജ് ഒക്കെ തടയാനായിട്ട് നമ്മൾ ഇൻറ്റൻഷനലി ആഡ് ചെയ്യും. അങ്ങനെ ആഡ് ചെയ്യുന്നതാവാം. അതല്ലെന്നുണ്ടെങ്കിൽ നാച്ചുറലി തന്നെ ആ ഫുഡിനൊക്കെ ഒരു പ്രൊട്ടക്ഷൻ എന്ന രീതിയിൽ ഇതിനകത്ത് ചില ആൻറ്റി മൈക്രോബിയൽ ഏജൻസ് കാണാം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് എന്താണ്, ലാക്ടനിൻസ് എന്ന് പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ലാക്ടനിൻസ് പറയുന്നത് എന്താണ്, ലാക്ടനിൻസ് എന്ന് പറയുന്നത് ഫ്രഷ്ലി ഡ്രോൺ മിൽക്ക്, അതായത് നമ്മുടെ ഫ്രഷ് ആയിട്ട് എടുത്തിരിക്കുന്ന, ഫ്രഷ് ആയിട്ട് നമ്മൾ ആ കറന്നെടുക്കുന്ന പാലിനകത്തുള്ള ഒരു എന്താ പറയുക ആൻറ്റി മൈക്രോബിയൽ സബ്സ്റ്റൻസ് ആണ് ലാക്ടനിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ആൻറ്റി കോളിഫോം ഫാക്ടേഴ്സ് ആണ് അല്ലേ, അതായത് നമ്മുടെ കോളിഫോം ബാക്ടീരിയ വളരാണ്ടിരിക്കാനായിട്ടുള്ള ഒരു എബിലിറ്റി ഉള്ളൊരു സംഭവമാണ്. അപ്പം ഇതെന്ത് ചെയ്യുന്നു, ആ ഒരു മൈക്രോബിയൽ ഗ്രോത്തിനെ പ്രിവെൻറ്റ് ചെയ്യും. അതുപോലെ തന്നെ ചില ഇൻഹിബിറ്ററി ഫാക്ടേഴ്സ് ഇവിടെ പറയുന്നുണ്ട്, എഗ്ഗിലുള്ള ലൈസോസൈം, അതുപോലെ തന്നെ നമ്മുടെ ക്രാൻബെറീസ് എന്ന് പറയുന്ന ആ ബെറീസിനകത്തുള്ള എന്താണ് ബെൻസോയിക് ആസിഡ്. പിന്നെ നമുക്കറിയാം ഈ ഒണിയൻ അല്ലെങ്കിൽ ഗാർലിക് എന്നൊക്കെ പറയുന്നതിനകത്ത് അലിസിൻ എന്ന് പറയുന്ന സബ്സ്റ്റൻസ് ഉണ്ട് അല്ലേ. ഇപ്പോൾ നമ്മുടെ അലിയം സീപ്പ എന്നല്ലേ പറയുന്നത്, അലിയം സറ്റൈവ എന്നൊക്കെയാണ് പറയുന്നത് അതിൻ്റെ സയൻറ്റിഫിക് നെയിം. ഇപ്പോൾ ഈ അലിയം എന്ന് പറയുന്നത് എന്താണ്, അതിനകത്ത് അലിസിൻ എന്ന് പറയുന്ന ഒരു കമ്പോണൻ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഇതൊരു ഇൻഹിബിറ്ററി ഫാക്ടറാണ്, അല്ലെങ്കിൽ ആ ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് ഇൻ ദാറ്റ് ഒണിയൻ അല്ലെങ്കിൽ ഗാർലിക് ഒക്കെ എന്താണ് നമ്മുടെ ബാക്ടീരിയാസിൻ്റെ ഗ്രോത്തിനെ അല്ലെങ്കിൽ അതിൻ്റെ ആൻറ്റി മൈക്രോബിയൽ സബ്സ്റ്റൻസുകളായിട്ട് വർക്ക് ചെയ്യുന്ന സംഭവങ്ങളാണ്. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് പിന്നെ പറയുന്നത് ഫൈറ്റോ അലക്സിൻ എന്താണ്, ഫൈറ്റോ അലക്സിൻ എന്ന് പറയുന്നത് ഒരു ആൻറ്റി ഫംഗൽ ഏജൻ്റ് ആണ്. ഈ ആൻറ്റി ഫംഗൽ ഏജൻറ്റ് എവിടെ നിന്ന് വരുന്നതാണ്, ഇത് നമ്മുടെ പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൻറ്റി ഫംഗൽ ഏജൻസിനെയാണ് നമ്മൾ ഫൈറ്റോ അലക്സിൻ എന്ന് പറയുന്നത്. ഇനി ഇവിടെ എക്സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ട്, ഫസിയോളിൻ ഇൻ ഗ്രീൻ ബീൻസ്, ഫാസിയോളിനോ ഒക്കെ പറയാം. അപ്പോൾ ഫാസിയോളിൻ ഇൻ ഗ്രീൻ ബീൻസിലുള്ള ഫാസിയോളിൻ, അതുപോലൊക്കെ യൂജിനോൾ എന്താണ് നമ്മുടെ ഓൾ സ്പൈസ്, അല്ലെങ്കിൽ ഇപ്പം ക്ലോസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഗ്രാമ്പു, സിനമൺ, കറുവപ്പട്ട, ഇതിനകത്തൊക്കെ ഉള്ള ഒരു നമ്മുടെ ഈ എസെൻഷ്യൽ ഓയിൽ പോലത്തെ അങ്ങനത്തെ ഒരു സബ്സ്റ്റൻസിൽ വരുന്നതാണ് ഈ യൂജിനോൾ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, പിന്നെ തൈമോൾ എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ തന്നെ അറിയാം, തൈമ് ഒർഗാനോ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഈ ഇറ്റാലിയൻ ഫുഡിനകത്തൊക്കെ യൂസ് ചെയ്യുന്ന സ്പൈസസ് ആണ്. അപ്പോൾ അതിനകത്തുള്ള കമ്പോണൻ്റ് ആണ് ഈ തൈമോൾ എന്ന് പറയുന്നത്. അത് തൈമിലും ഉണ്ട് ഒർഗാനോയിലും ഉണ്ട്. പിന്നെ സിനമിക് ആൽഡിഹൈഡ് എന്ന് പറയുന്നത് എന്താണ്, സിനമൺ, അതിലൊക്കെ കാഷ്യ, ഇതിനകത്തൊക്കെ ഉള്ള ഒരു സബ്സ്റ്റൻസ് ആണ് സിനമിക് ആൽഡിഹൈഡ്. അപ്പോൾ ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം എന്താണ്, ഇതെല്ലാം ഒരു ഫൈറ്റോ അലക്സിൻ കാറ്റഗറി വരുന്ന സംഭവങ്ങൾ അല്ലെങ്കിൽ ആൻറ്റി ഫംഗൽ ഏജൻസ് ആണ്. അപ്പം ആൻറ്റി ഫംഗൽ ഏജൻസ് ആയിട്ടുള്ള ഫൈറ്റോ അലക്സിൻ എന്താണ്, പ്രൊഡ്യൂസ്ഡ് ബൈ പ്ലാന്റ്സ് ആണ്. ഇതിൻ്റെ കാര്യം എന്താണ്, ഇതെല്ലാം ആൻറ്റി മൈക്രോബിയൽ അല്ലേ, അല്ലെങ്കിൽ മൈക്രോബ്സിൻ്റെ ഗ്രോത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഗ്രോത്തിനെ പ്രിവെൻറ്റ് ചെയ്യുന്ന സബ്സ്റ്റൻസുകളാണ്. അപ്പം ഫൈറ്റോ അലക്സിൻ വന്നിട്ട് ആൻറ്റി ഫംഗൽ ഏജൻറ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ പ്ലാന്റ്സ് ആണ്. അതിനുള്ള എക്സാമ്പിളാണ് നമ്മൾ പറഞ്ഞത് ഗ്രീൻ ബീൻസിനുള്ള ഫാസിയോളിൻ, പിന്നെ ക്ലോസിലും അല്ലെങ്കിൽ നമ്മുടെ സിനമണിലും ഒക്കെയുള്ള എന്താണ് യൂജിനോൾ, പിന്നെ നമ്മുടെ തൈമിലും ഒറിഗാനോയിലും ഉള്ളത് സിനമിക് ആൽഡിഹൈഡ്, സിനമണിലും കാഷ്യയിലും ഒക്കെ ഉള്ള സിനമിക് ആൽഡിഹൈഡ്. അപ്പോൾ ഇതെല്ലാം എന്താണ്, ഇതൊക്കെ ആൻറ്റി മൈക്രോബിയൽ പ്രോപ്പർട്ടീസ് കാണിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം ആൻറ്റി മൈക്രോബിയൽ ഏജൻസ് എന്ന് വെച്ചാൽ എന്താണ്, ചില ഫുഡ് ഐറ്റംസിനകത്ത് ചില സാധനങ്ങൾ ഉണ്ടായിരിക്കും, അത് മൈക്രോബിയൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ മൈക്രോബിയൽ ഗ്രോത്തിനെ പ്രിവെൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്ന സാധനങ്ങളായിരിക്കാം. ഇത് നാച്ചുറലി ഒക്കറിങ്ങോ ആവാം, അല്ലെങ്കിൽ നമ്മൾ ഇൻറ്റൻഷനലി ആഡഡും ആവും. ഇൻറ്റൻഷനലി ആഡഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ ഈ ഫുഡ് സ്പോയിലേജ് ഒക്കെ ഇല്ലാണ്ടാക്കാനായിട്ട് ഫുഡിൻ്റെയൊക്കെ പ്രിസർവേഷൻ അല്ലെങ്കിൽ സ്റ്റോറേജ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്റ്റോറേജ് കപ്പാസിറ്റി, സ്റ്റോറേജ് ഷെൽഫ് ലൈഫ് കൂട്ടാനൊക്കെയാണ് നമ്മൾ ഇൻറ്റൻഷനലി ആഡ് ചെയ്യുന്ന സാധനങ്ങളാണ്. ഓക്കെ, അപ്പം ഇതിന് എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്, നമ്മുടെ ഫ്രഷ്ലി ഡ്രോൺ മിൽക്കിനകത്തുള്ള ലാക്ടനിൻസ് എന്ന് പറയുന്നത് ഇത് ഒരു ആൻറ്റി കോളിഫോം ഫാക്ടറാണ്. അപ്പോൾ ഇതെന്ത് ചെയ്യുന്നു, ബാക്ടീരിയൽ ഗ്രോത്തിനെ പ്രിവെൻറ്റ് ചെയ്യുന്നു. പിന്നെ കുറച്ച് എക്സാമ്പിൾസ് പറയുന്നുണ്ട്, എഗ്ഗിലുള്ള ലൈസോസൈം, അതിലൊക്കെ നമ്മുടെ അലിയം സീപ്പയിലും നമ്മുടെ ഒണിയനിലും ഗാർലിക്കിലും ഉള്ള അലിസിൻ എന്ന് പറയുന്ന ഏജൻറ്റ്, പിന്നെ ക്രാൻബെറീസിലുള്ള ബെൻസോയിക് ആസിഡ്. അപ്പം ഈ സംഭവങ്ങളൊക്കെ ജസ്റ്റ് നിങ്ങളൊന്ന് ഓർത്ത് വെക്കണം. അതായത് എന്താണ് ഇപ്പം ആൻറ്റി മൈക്രോബിയൽ ഏജൻറ്റ് ഇൻ എഗ് എന്ന് പറയുമ്പോൾ ലൈസോസൈം ആണ്, അല്ലെങ്കിൽ
അല്ലെങ്കിൽ ഒണിയൻ അല്ലെങ്കിൽ ഗാർലിക് എന്ന് പറയുമ്പോൾ അലിസിനാണ് എന്നുള്ളതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കണം. ഓക്കെ, പിന്നെ പറഞ്ഞ എന്താണ്, നമ്മുടെ ചില ആൻറ്റി ഫംഗൽ ഏജൻറ്റ്സ്, അതിൻ്റെ പേരാണ് ഫൈറ്റോ അലക്സിൻ എന്ന് പറയുന്നത്. അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പ്ലാന്റ്സ് ആണ്. അതിന് എക്സാമ്പിൾസ് പറഞ്ഞിരിക്കുന്നതാണ് ഗ്രീൻ ബീൻസിലുള്ള ഫാസിയോളിൻസ്. പിന്നെ അതുപോലെ തന്നെ യൂജിനോളിൻ, ഓൾ സ്പൈസ് ആൻഡ് ക്ലോവ്സ്, സിനമൺ. പിന്നെ നമ്മുടെ തൈമിലും ഒറിഗാനോയിലും ഉള്ളത്, സിനമിക് ആൽഡിഹൈഡ് ഇൻ സിനമൺ ആൻഡ് കാഷ്യ. ഓക്കെ, അപ്പോൾ ഇതെല്ലാം എന്താണ്, ആൻറ്റി മൈക്രോബിയൽ ഏജൻറ്റ്സ് ആണ്. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ മൈക്രോബ്സിൻ്റെ ഗ്രോത്തിനെ അല്ലെങ്കിൽ പ്രിവെൻറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ മൈക്രോബിയൽ ഗ്രോത്തിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഫുഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന കുറച്ച് സംഭവങ്ങളാണ് ബയോളജിക്കൽ സ്ട്രക്ചേഴ്സ് എന്ന് പറയും. അതായത് ചില ബയോളജിക്കൽ സ്ട്രക്ചേഴ്സ് വന്നിട്ട് ഈ മൈക്രോബിയൽ ആക്ടിവിറ്റിനെ അങ്ങനെ അങ്ങോട്ട് പ്രൊമോട്ട് ചെയ്യില്ല, അല്ലെങ്കിൽ അതങ്ങോട്ട് കൺട്രോൾ ചെയ്യും. ഓക്കെ, അപ്പം സർട്ടൻ ബയോളജിക്കൽ സ്ട്രക്ചേഴ്സ് ഓഫ് ഫുഡ് ക്യാൻ കോൺട്രിബ്യൂട്ട് ടു ദെയർ പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് സ്പോയിലേജ് ബൈ മൈക്രോ ഓർഗാനിസം. അപ്പം ആത്യന്തികമായിട്ട് എന്താണ്, മൈക്രോ ഓർഗാനിസംസ് ഒരു ഫുഡിനകത്ത് ഗ്രോ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് സ്പോയിൽ ആവുക എന്നുള്ളത്. അപ്പം ചില പ്രൊട്ടക്റ്റീവ് കവറിങ് ഈ ഒരു മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഗ്രോത്തിനെ എന്താ പറയുന്നു ചെറുക്കുന്നത് വഴി അല്ലെങ്കിൽ പ്രിവെൻറ്റ് ചെയ്യുന്നത് വഴി ഫുഡിൻ്റെ സ്പോയിലേജിനെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതിന് എക്സാമ്പിൾ ഇവിടെ പറഞ്ഞേക്കുന്നതാണ് പ്രൊട്ടക്റ്റീവ് കവറിങ് ലൈക്ക് ഷെൽ ഓഫ് എഗ്ഗ്, അല്ലെ എഗ്ഗിൻ്റെ ഷെല്ല്, അതൊരു പ്രൊട്ടക്റ്റീവ് കവറിങ് ആണ്. ഇനി വന്നിട്ട് പൗൾട്രി എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം, നമ്മുടെ ഈ ചിക്കനൊക്കെ വാങ്ങുന്ന സമയത്ത് അതിനൊരു സ്കിൻ ഉണ്ടായിരിക്കും അല്ലേ, അതൊരു പ്രൊട്ടക്റ്റീവ് കവറിങ് ആണ് അല്ലേ, കുറച്ച് നേരത്തേക്കെങ്കിലും അതൊരു പ്രൊട്ടക്റ്റീവ് കവറിങ് ആണ്. നട്ട്സിൻ്റെ ഷെൽസ് അല്ലെ, ഷെൽസ് ഓഫ് നട്ട്സ്, അതുപോലെ തന്നെ ഫ്രൂട്ട്സിൻ്റെയൊക്കെ റിൻഡ് അല്ലെങ്കിൽ സ്കിന്ന്. അപ്പോൾ നിങ്ങൾ ഒരു ഫ്രൂട്ട് മുഴുവനോടെ ഒരു ഫ്രൂട്ടിൻ്റെ തോലെല്ലാം പൊളിച്ചിട്ടും വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും, എന്തായാലും ആ തോല് കളഞ്ഞ് വെച്ച സാധനം പെട്ടെന്ന് ചീത്തയാവും അല്ലേ. ഇപ്പോൾ നമ്മുടെ ആപ്പിളൊക്കെ തന്നെ ചെത്തിയിട്ട് അത് പിന്നെ ഓക്സിഡേഷൻ നടക്കുന്നതുകൊണ്ടാണ് അല്ലേ, എന്നാൽ പോലും എന്താണ് ആവാതിരിക്കുന്നതിന് അവിടെ ഒരു കാര്യം അതിൻ്റെ ആ ഒരു സ്കിൻ തന്നെയാണ്. ഓക്കെ, അപ്പം എന്തൊക്കെയുണ്ട്, ഷെൽസ് ഓഫ് എഗ് ഉണ്ട്, സ്കിൻ ഓഫ് പൗൾട്രി, ഷെൽ ഓഫ് നട്ട്സ്, റിൻഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ സ്കിന്ന് തന്നെയാണ്, റിൻഡ് ഓർ സ്കിൻ ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. ഇതൊക്കെ എന്ത് ചെയ്യുന്നു, മൈക്രോബിയൽ കണ്ടാമിനേഷനെ പ്രിവെൻറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ എഗെയിൻസ്റ്റ് ആയിട്ട് പ്രൊട്ടക്ഷൻ തരുന്ന സംഭവങ്ങളാണ്. പിന്നെ ചില കേസിൽ നമ്മൾ ചില ഫ്രൂട്ട്സിനെയൊക്കെ നമ്മളിങ്ങനെ വാക്സ് കോട്ടിങ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ വാക്സ് കോട്ടിങ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്താണ്, അത് നമ്മുടെ ഒരു പ്രൊട്ടക്റ്റീവ് ബാരിയറായിട്ട് ആക്ട് ചെയ്യുന്ന സംഭവങ്ങളാണ്. ഓക്കെ, അപ്പോൾ വാക്സിനെ തുളച്ചിട്ട് വേണം നമ്മൾ ഇനി മൈക്രോ ഓർഗാനിസം അകത്തോട്ട് ചെല്ലാനായിട്ട്. അപ്പം എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന സംഭവമാണ് ഈ വാക്സ് കോട്ടിങ് ചെയ്യുന്നത്. പിന്നെ മീറ്റിലേക്ക് വരുമ്പോഴത്തേക്ക് ഫാറ്റിൻ്റെ ലേയേഴ്സ്, പിന്നെ എന്താണ് ഫിഷിൻ്റെ സ്കെയിൽസ്, ഇതെല്ലാം എന്താണ്, ഇതൊക്കെ ഒരു ബയോളജിക്കൽ സ്ട്രക്ചേഴ്സ് ആണ് അല്ലെങ്കിൽ ഡിഫെൻസ് മെക്കാനിസം എഗെയിൻസ്റ്റ് മൈക്രോബിയൽ കണ്ടാമിനേഷൻ ആണ്. ഓക്കെ, ഇനി അടുത്ത വന്നിട്ട് വാട്ടർ ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്, മൈക്രോബ്സ് ഗ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്കൊരു മോയ്സ്ചർ കണ്ടന്റ് വേണം, അല്ലെങ്കിൽ അവർക്ക് അവർ ഡിസൈറബിൾ ആയിട്ടുള്ള ഒരു വാട്ടർ ലെവൽ വേണം. അപ്പം അതിനെയാണ് വാട്ടർ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പം കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു, വാട്ടർ ഉണ്ടെങ്കിൽ മാത്രമേ മൈക്രോ ഓർഗാനിസത്തിന് ഗ്രോത്ത് സംഭവിക്കൂ അല്ലേ. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ വീടുകളിലൊക്കെ ഇപ്പം ഈ സാധനങ്ങളൊക്കെ ഡ്രൈ ചെയ്തല്ലേ, ഫുഡ് ഐറ്റംസ് ഒക്കെ ഡ്രൈ ചെയ്ത് സൂക്ഷിക്കുന്നത് എന്തിനാണ്, കംപ്ലീറ്റ്ലി വാട്ടർ എല്ലാം റിമൂവ് ചെയ്ത് അതിനെ ഡ്രൈ ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും, അതിനകത്തുള്ള വാട്ടർ ആക്ടിവിറ്റി കുറയാണ്, അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസത്തിന് വളരാനുള്ള ഒരു വാട്ടർ മീഡിയം അവിടെ ഇല്ല, അതാണ് നമ്മൾ ഇല്ലാണ്ടാക്കുന്നത്. അപ്പം മൈക്രോവേവ് ഗ്രോത്ത് ഒക്കേഴ്സ് ഓൺലി ഇൻ ദ പ്രസൻസ് ഓഫ് വാട്ടർ റിക്വയർമെൻറ്റ് വേരീസ് ഫ്രം വൺ ടൈപ്പ് ടു അതർ അല്ലേ. ഇപ്പോൾ പറയുമ്പോഴത്തേക്ക് ചിലതിന് എന്താണ്, വളരെ ഡ്രൈ ആയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഗ്രോ ചെയ്യത്തില്ല. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഈ ഈസ്റ്റ് പോലത്തിനൊക്കെ വളരെ കുറച്ച് വാട്ടർ ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ തന്നെ അവരെന്താണ് പെട്ടെന്ന് ഗ്രോ ചെയ്യുന്ന സംഭവങ്ങളാണ്. അപ്പോൾ ബാക്ടീരിയയ്ക്ക് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അതിനേക്കാളും കുറച്ചും കൂടി വേണ്ടി വരും. അപ്പം വാട്ടർ ആക്ടിവിറ്റി എന്ന് വെച്ചാൽ എന്താണ്, വാട്ടർ ആക്ടിവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെഷർ ഓഫ് വാട്ടർ റിക്വയർമെൻറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ആസ് വാട്ടർ ആക്ടിവിറ്റി ഓർ അവൈലബിൾ വാട്ടർ. അതായത് നമ്മുടെ ഓരോ മൈക്രോ ഓർഗാനിസത്തിനും അതിൻ്റെ ഗ്രോത്ത് നടക്കണമെന്നുണ്ടെങ്കിൽ ഒരു വാട്ടർ ആക്ടിവിറ്റി ലെവലുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എക്സ്പ്രസ്ഡ് ഓഫ് വാട്ടർ ആക്ടിവിറ്റി അല്ലെങ്കിൽ അവൈലബിൾ വാട്ടർ എന്ന് പറയും. ഓക്കെ, അപ്പം വാട്ടർ ആക്ടിവിറ്റി ഈസ് എ ന്യൂമറിക്കൽ വാല്യൂ ദാറ്റ് റെപ്രസെൻറ്റ്സ് ദ ലെവൽ ഓഫ് വാട്ടർ അവൈലബിലിറ്റി ഇൻ എ സബ്സ്റ്റൻസ് ഓർ എൻവയോൺമെൻറ്റ്. അതായത് ഈ മൈക്രോ ഓർഗാനിസംസ് ഗ്രോ ചെയ്യുന്ന എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ അത് ഏത് ഫുഡ് ഐറ്റംസിലാണോ വളരുന്നത്, അപ്പം ആ ഒരു മീഡിയത്തിലുള്ള എമൗണ്ട് ഓഫ് വാട്ടർ, അതിൻ്റെ ഒരു ന്യൂമറിക്കൽ വാല്യൂ അല്ല എത്രത്തോളം ഉണ്ടെന്നുള്ള ആ ഒരു ന്യൂമറിക്കൽ വാല്യൂ, അതാണ് വാട്ടർ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ പ്യുവർ വാട്ടറിൻ്റെ ഒരു വാട്ടർ ആക്ടിവിറ്റി ഇവിടെ 1 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഒരു 1 to 10 സ്കെയിലാണ് പറയുന്നത്. അപ്പോൾ പ്യുവർ വാട്ടറിൻ്റെ വാട്ടർ ആക്ടിവിറ്റി 1 എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്യുവർ വാട്ടറിൻ്റെ വാട്ടർ ആക്ടിവിറ്റി 1 എന്ന് വെച്ചാൽ അവിടെ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ പ്യുവർ വാട്ടർ
ഒരു സബ്സ്റ്റൻസിൽ പ്രസൻ്റ് ആണ്. അപ്പം അത് എക്സേർട്ട് ചെയ്യുന്ന ഒരു ഗേഷ്യസ് പ്രഷറുണ്ട്, ഒരു വേപ്പർ പ്രഷറുണ്ട്. ആ വേപ്പർ പ്രഷർ ഡിവൈഡഡ് ബൈ നമ്മുടെ വാട്ടറിൻ്റെ വേപ്പർ പ്രഷർ, നോർമൽ വേപ്പർ പ്രഷർ, ഇത് തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് ഇവിടെ ആ ഒരു വാട്ടർ ആക്ടിവിറ്റി ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ ആ ഒരു വാല്യൂ വരുന്നത് എന്താണ്, രണ്ടും ഓൾമോസ്റ്റ് ഈക്വൽ ആയിട്ട് വരുമ്പോൾ അത് 1 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ പ്യുവർ വാട്ടറിൻ്റെ വാട്ടർ ആക്ടിവിറ്റി വാല്യൂ എന്താണ്, 1 ആണ്. അപ്പം അത്രയും ഒന്നും അങ്ങനെ മനസ്സിലാക്കിയില്ലെങ്കിലും ഇതാണ് പ്യുവർ വാട്ടറിൻ്റെ വാട്ടർ ആക്ടിവിറ്റി ഇൻ എ സ്കെയിൽ ഓഫ് 0 to 10 എന്ന് പറയുമ്പോഴത്തേക്ക് 1 ആണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പം നമ്മൾ വാട്ടർ ആക്ടിവിറ്റി പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ. അപ്പോൾ വാട്ടർ ആക്ടിവിറ്റി എന്ന് വെച്ചാൽ എന്താണ്, മൈക്രോബിയൽ ഗ്രോത്ത് നടക്കണമെന്നുണ്ടെങ്കിൽ പ്രസൻസ് ഓഫ് വാട്ടർ വേണം അല്ലേ. അത് ഒരു സ്പീഷീസിൽ നിന്ന് വേറൊരു സ്പീഷീസിലേക്ക് വരുമ്പോഴത്തേക്ക് അതിൻ്റെ വാട്ടർ റിക്വയർമെൻറ്റ് വേരി ചെയ്തുകൊണ്ടിരിക്കും അല്ലേ. അപ്പോൾ ഓരോ സ്പീഷീസിനും എന്താണ് വാട്ടർ ആക്ടിവിറ്റിയുടെ റിക്വയർമെൻറ്റ് വെവ്വേറെ ആയിരിക്കും. അപ്പം വാട്ടർ ആക്ടിവിറ്റി എന്ന് വെച്ചാൽ എന്താണ്, ആ ഒരു ഡെഫിനിഷൻ നമ്മൾ പറയുമെങ്കിൽ മെഷർ ഓഫ് ദ വാട്ടർ റിക്വയർമെൻറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ആസ് വാട്ടർ ആക്ടിവിറ്റി അല്ലെങ്കിൽ അവൈലബിൾ വാട്ടർ എന്ന് പറയും. നമ്മൾ AW എന്ന് ഈ രീതിയിൽ എക്സ്പ്രസ് ചെയ്യും, AW എന്ന് എക്സ്പ്രസ് ചെയ്യും. ഓക്കെ, ഈ വാട്ടർ ആക്ടിവിറ്റി എന്ന് വെച്ചാൽ എന്താണ്, ഒരു ന്യൂമറിക്കൽ വാല്യൂ ആണ്. അതായത് നമ്മുടെ അവൈലബിലിറ്റി ഓഫ് വാട്ടറിനെ അല്ലെങ്കിൽ ആ ലെവൽ ഓഫ് വാട്ടർ അവൈലബിലിറ്റിൻ്റെ ഒരു ന്യൂമറിക്കൽ വാല്യൂവിനെയാണ് നമ്മൾ വാട്ടർ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. പ്യുവർ വാട്ടറിൻ്റെ വാട്ടർ ആക്ടിവിറ്റി ഓർത്ത് വെക്കുക, അത് എത്രയാണ്, അത് വന്നിട്ട് 1 ആണ്. ഓക്കെ, ഇനി ഇവിടെ നമ്മൾക്കൊരു ടേബിൾ ഉണ്ട്. അപ്പം ഈ ടേബിളിൽ വന്നിട്ട് എന്താണ്, ഇവിടെ നമ്മുടെ ഓരോ വാട്ടർ ആക്ടിവിറ്റി എത്രയാണ്, അപ്പം അത് ഏതൊക്കെ മൈക്രോ ഓർഗാനിസത്തിനെ ഇഫക്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിന് ആ വാട്ടർ ആക്ടിവിറ്റി കാണിക്കുന്ന ഫുഡിൻ്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാണെന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ 1-2 എണ്ണം ഇത് ഫുൾ അങ്ങനെ കാണാൻ പഠിക്കുകയൊന്നും വേണ്ട, ജസ്റ്റ് വാട്ടർ ആക്ടിവിറ്റിയെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടുള്ള ടേബിൾ മാത്രമാണ്, ജസ്റ്റ് ഒന്ന് നോക്കിയിരുന്നാൽ മതി. അപ്പം ഇവിടെ പറയുമ്പോഴത്തേക്ക് 1 to 0.05 വാട്ടർ ആക്ടിവിറ്റി എത്രയാണ്, 1 to 0.05. അപ്പം ഇതിൻ്റെ ഇഫക്റ്റ് ഓൺ മൈക്രോ ഓർഗാനിസം, അതായത് ചില ഈസ്റ്റ്, ഗ്രാം നെഗറ്റീവ് റോഡ്, ബാക്ടീരിയൽ സ്പോർസിനൊക്കെ ഈ ഒരു വാട്ടർ ആക്ടിവിറ്റി മതി. ഓക്കെ, കുഴപ്പമില്ല. ഇനി അടുത്തത് ഈ ഒരു വാട്ടർ ആക്ടിവിറ്റി കാണിക്കുന്ന ഫുഡിൻ്റെ എക്സാമ്പിൾസ് പറഞ്ഞേക്കാണ്. ഫ്രഷ് ഫുഡ് കണ്ടെയ്നിങ് 40% സൂക്രോസ് ഓർ 7% സോൾട്ട്, അതായത് ലൈക്ക് ക്യാൻഡ് ഫുഡ്, ചീസ്, സെവറൽ സോസേജ്, ബ്രെഡ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എന്താണ്, ഈ പറഞ്ഞ കണക്ക് ഒരു 1 to 0.95 വാട്ടർ ആക്ടിവിറ്റി കാണിക്കുന്ന സാധനങ്ങളാണ്. ഓക്കെ, ഇനി അടുത്തത് 0.95 to 0.91. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇതിലെന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ വാട്ടർ ആക്ടിവിറ്റി എന്താണ്, ഈ പറയുമ്പോഴത്തേക്ക് ഇതിൽ മോസ്റ്റ് കോക്കൈ, ബാസിലൈ, ലാക്ടോ ബാസിലൈ, സം മോൾഡ്, ഇങ്ങനത്തെ സംഭവങ്ങളെല്ലാം എന്ത് ചെയ്യുന്നു, ഈ ഒരു വാട്ടർ ആക്ടിവിറ്റി അവർക്ക് പ്രോപ്പറാണ്. അപ്പം അതിന് എക്സാമ്പിൾ പറഞ്ഞേക്കുന്നത് എന്താണ്, ഫുഡ് കണ്ടെയ്നിങ് 50% സൂക്രോസ് ഓർ 15% സോൾട്ട്, ലൈക്ക് മയോണൈസ്, ഹാർഡ് ചീസ്, ജാം എക്സെട്ര അല്ലേ. അപ്പം നമുക്കറിയാം ഈ പറഞ്ഞ സാധനത്തിലൊക്കെ എന്താണ്, നമ്മുടെ ബാസിലയൊക്കെ ഗ്രോ ചെയ്യും. അപ്പം അതിൻ്റെ ഒരു വാട്ടർ ആക്ടിവിറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് താഴത്തെ ഒരു വാല്യൂ നോക്കാം. ഇപ്പോൾ പറയുമ്പോഴത്തേക്ക് 0.65 to 0.60. ഓക്കെ, ഈ ഒരു വാട്ടർ ആക്ടിവിറ്റി ആർക്കും ഓക്കെയാണ്, നമ്മുടെ ഓസ്മോഫിലിക് ഈസ്റ്റിന് ഓക്കെയാണ്. അതിൻ്റെ ഫുഡ് ഐറ്റംസ് പറഞ്ഞിരിക്കുകയാണെന്നും കൺഫെക്ഷണറി പ്രോഡക്ട്സ്, ഡ്രൈഡ് ഫ്രൂട്ട് കണ്ടെയ്നിങ് 15 to 20% വാട്ടർ, ഹണി അല്ലേ. നമുക്കറിയാം ഡ്രൈഡ് ഫ്രൂട്ട്സ് ആണെങ്കിൽ പോലും കുറേ നാൾ നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഇങ്ങനെ പൂപ്പൽ പോലത്തെ സംഭവങ്ങളൊക്കെ വരും, ഈസ്റ്റിൻ്റെ ഒക്കെ ഗ്രോത്ത് വരും. ഇനി ഏറ്റവും താഴെ നമുക്ക് വാട്ടർ ആക്ടിവിറ്റി എന്താണ്, << 0.60. അത് പറയുമ്പോഴത്തേക്ക് എത്രയാണ്, ഒരു മൈക്രോബിയൽ ഗ്രോത്ത് അവിടെ പോസിബിൾ അല്ല. അതിന് എക്സാമ്പിൾ പറയാം, ഇപ്പോൾ ഡ്രൈഡ് മിൽക്ക്, അതായത് മിൽക്ക് പൗഡർ, ഇൻസ്റ്റൻറ്റ് കോഫി നമ്മൾ കണ്ടിട്ടുണ്ട്. ഇൻസ്റ്റൻറ്റ് കോഫിയിലൊക്കെ എന്തെങ്കിലും മൈക്രോബിയൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ പൂപ്പലോ എന്തെങ്കിലും കേട് വരുന്നത്. ഡ്രൈഡ് എഗ്ഗ്, സ്പൈസസ്, ക്രാക്കേഴ്സ്, ഫ്ലോർ, സീരിയൽസ് ആൻഡ് സോൺ. അപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ എന്താണ്, എക്സസീവ്ലി ഡ്രൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വാട്ടർ ആക്ടിവിറ്റി << 0.60 ഉള്ള സംഭവങ്ങളാണ്. അവിടെ ഒരു മൈക്രോബിയൽ ഗ്രോത്തും പോസിബിൾ അല്ല. അപ്പോൾ ഇവിടെ ഓരോ റേഞ്ചിലും ഏതൊക്കെ മൈക്രോബിയൽ ആക്ടിവിറ്റി പോസിബിൾ ആണെന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. ഇപ്പം 0.86 പറയുമ്പോഴത്തേക്ക് സ്റ്റഫൈലോകോക്കസ് ഓറിയസ്, അത് പർട്ടിക്കുലർലി എടുത്ത് പറഞ്ഞിട്ടുണ്ട് അല്ലേ. 0.86 ഗ്രോത്ത് ഓഫ് സ്റ്റഫൈലോകോക്കസ് ഓറിയസ്, ഫോർ എക്സാമ്പിൾ ഫ്ലോർ, കേക്ക്, റൈസ്, ബീന്. പിന്നെ 0.80 to 0.75 ഹാലോഫിലിക് ബാക്ടീരിയ, അത് പറയുമ്പോഴത്തേക്ക് എന്താണ്, ഫുഡ്സ് വിത്ത് 26% സോൾട്ട്. അങ്ങനെ ഓരോ വാട്ടർ ആക്ടിവിറ്റിയുടെ റേഞ്ചും ആ റേഞ്ചിൽ ഏതൊക്കെ ബാക്ടീരിയാസ് അല്ലെങ്കിൽ മൈക്രോബ്സ് സർവൈവ് ചെയ്യും, അത് ആ ഒരു വാട്ടർ ആക്ടിവിറ്റി കാണിക്കുന്ന ഫുഡ് ഐറ്റംസ് എന്നുള്ളതിൻ്റെ ഒരു ചാർട്ടാണ്. അപ്പം ജസ്റ്റ് വാട്ടർ ആക്ടിവിറ്റിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു ചാർട്ടാണ്, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് ഇൻട്രിൻസിക് ഫാക്ടേഴ്സ് ആണ് അല്ലേ. അപ്പോൾ ഇൻട്രിൻസിക് ഫാക്ടേഴ്സും ഉണ്ട്, എക്സ്ട്രിൻസിക് ഫാക്ടേഴ്സും ഉണ്ടെന്ന് പറഞ്ഞു. ഇൻട്രിൻസിക് ഫാക്ടേഴ്സിൽ ഏതൊക്കെയാണ് വരുന്നത്, നമ്മുടെ
pH വരുന്നുണ്ട്, റീഡോക്സ് പൊട്ടൻഷ്യൽ വരുന്നുണ്ട്, ന്യൂട്രിയൻസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ബയോളജിക്കൽ സ്ട്രക്ചേഴ്സ് വരുന്നുണ്ട്, ആൻറ്റി മൈക്രോബിയൽ ഏജൻറ്റ്സ് വരുന്നുണ്ട്, പിന്നെ ഫൈനലി വാട്ടർ ആക്ടിവിറ്റിയും വരുന്നുണ്ട് അല്ലേ. അപ്പോൾ pH എന്ന് പറയുമ്പോഴത്തേക്ക് പല pH റേഞ്ചിലും വളരുന്ന മൈക്രോബ്സ് ഉണ്ട്. ഓരോന്നിനും ഒരു ഒപ്റ്റിമം മാക്സിമം അല്ലെങ്കിൽ മിനിമം pH റേഞ്ച് ഉണ്ട്. പിന്നെ നമ്മുടെ മോൾഡ് പോലത്തെയൊക്കെ ആണെങ്കിൽ എന്താ പറയുന്നത്, നമ്മുടെ ഇപ്പം ലോ pHയിലാണെങ്കിലും ഗ്രോ ചെയ്യും. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു അല്ലേ. പിന്നെ നമ്മൾ ന്യൂട്രിയൻസിൻ്റെ കാര്യം കണ്ടല്ലോ, കൂടുതലായിട്ടും കാർബോഹൈഡ്രേറ്റ്സ് ഇൻ ദ ഫോം ഓഫ് ഷുഗർ ആണ്. പിന്നെ നമ്മുടെ ലിപ്പിഡ്സിനെ യൂസ് ചെയ്യുന്നുണ്ട്, പ്രോട്ടീൻസിനെ യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ നൈട്രജനും കാർബണും ഇതൊക്കെ ന്യൂട്രിയൻ റിക്വയർമെൻ്റ് ആയിട്ട് വരുന്ന മൈക്രോ ഓർഗാനിസംസ് ഉണ്ടെന്നുള്ളത് കണ്ടു. പിന്നെ നമ്മൾ റീഡോക്സ് പൊട്ടൻഷ്യലിൻ്റെ കാര്യം പറഞ്ഞു അല്ലേ. റീഡോക്സ് പൊട്ടൻഷ്യൽ പറയുമ്പോഴത്തേക്കും ആ ഓക്സിഡേഷൻ റിഡക്ഷൻ പൊട്ടൻഷ്യലാണ്. അത് ഓരോ ഫുഡ് ഐറ്റത്തിനും അതിൻ്റെതായ റീഡോക്സ് പൊട്ടൻഷ്യൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിനെ റെസിസ്റ്റ് ചെയ്യുന്ന ഫുഡിൻ്റെ ആ ഒരു കാപ്പബിലിറ്റിയെ നമ്മൾ പോയ്സിങ് കപ്പാസിറ്റി എന്ന് പറയുമെന്ന് പറഞ്ഞു. ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ് നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള അല്ലെങ്കിൽ ഓക്സിജൻ്റെ പാർഷ്യൽ പ്രഷർ, അങ്ങനത്തെ കാര്യങ്ങളെന്ന് പറഞ്ഞു അല്ലേ. പിന്നെ നമ്മൾ ന്യൂട്രിയൻസിൻ്റെ കാര്യം പറഞ്ഞു. പിന്നെ എന്താ പറഞ്ഞത്, പിന്നെ ആൻറ്റി മൈക്രോബിയൽ സബ്സ്റ്റൻസിൻ്റെ കാര്യം പറഞ്ഞു അല്ലേ. അതായത് നമ്മൾ ഇൻറ്റൻഷനലി ആരഡോ ആകാം, അല്ലെങ്കിൽ നാച്ചുറലി പ്രസൻ്റ് ആയിട്ടുള്ളത്. അതിന് കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ കണ്ടു. പിന്നെ ബയോളജിക്കൽ സ്ട്രക്ചേഴ്സ്, അതായത് ചില ബയോളജിക്കൽ സ്ട്രക്ചേഴ്സ് ആൻറ്റി മൈക്രോബ് അല്ലെങ്കിൽ ബാക്ടീരിയൽ സ്പോയിലേജിനെ പ്രിവെൻറ്റ് ചെയ്തുകൊണ്ട് ഇതിന് പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്നുള്ളത് കണ്ടു അല്ലേ. പിന്നെ ഫൈനലി നമ്മൾ വാട്ടർ ആക്ടിവിറ്റിയും കണ്ടു. വാട്ടർ ആക്ടിവിറ്റി എന്ന് പറയുന്നത് എക്സ്പ്രസ്ഡ് ആസ് എ ന്യൂമറിക്കൽ വാല്യൂ ആണ് അല്ലേ. അതെന്താണ്, എത്രത്തോളം വാട്ടർ പ്രസൻ്റ് ആണ് അല്ലെങ്കിൽ അവൈലബിൾ ആണ് എന്നുള്ളതിൻ്റെ ഒരു ന്യൂമറിക്കൽ വാല്യൂ ആണ്. പ്യുവർ വാട്ടറിൻ്റെ വാട്ടർ ആക്ടിവിറ്റി പഠിച്ചു വെക്കുക, അത് 1 ആണെന്ന് കണ്ടു. പിന്നെ നമ്മൾ വാട്ടർ ആക്ടിവിറ്റിയുടെ അതിലൊക്കെ ഇഫക്റ്റ് ഓൺ മൈക്രോ ഓർഗാനിസംസ്, അതിൻ്റെ കുറച്ച് ഫുഡ് എക്സാമ്പിൾസ് ഒക്കെ കണ്ടു. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഈ ഏരിയയിൽ നിന്നുള്ള കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് ഡസ് ദ ടേം ഗ്രോത്ത് റിഫർ ടു ഇൻ ദ മൈക്രോബയോളജി? അതായത് മൈക്രോബയോളജി ഗ്രോത്ത് എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ എന്താ പറഞ്ഞത്, ഓർഡർലി ഇൻക്രീസ് ഇൻ ദ ക്വാണ്ടിറ്റി ഓഫ് സെല്ലുലാർ കോൺസ്റ്റിറ്റ്യുവൻസ് ആണ് അല്ലേ. അപ്പം ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് സെൽസ്, ഇൻക്രീസ് ഇൻ ദ ക്വാണ്ടിറ്റി ഓഫ് സെല്ലുലാർ കോൺസ്റ്റിറ്റ്യുവൻസ്, ഇൻക്രീസ് ഇൻ സെൽ സൈസ്, ഇൻക്രീസ് ഇൻ ദ വോളിയം ഓഫ് ദ മീഡിയം. അതാണ് സെൽ സൈസിൻ്റെ ഇൻക്രീസ് ആണോ? അല്ല, കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഓർഡർലി ഇൻക്രീസ് ഇൻ ദ ക്വാണ്ടിറ്റി ഓഫ് സെല്ലുലാർ കോൺസ്റ്റിറ്റ്യുവൻസ് ആണ് അല്ലേ. ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ഇൻട്രിൻസിക് ഫാക്ടർ ഇൻഫ്ലുവൻസിങ് മൈക്രോബിയൽ ഗ്രോത്ത് അല്ലേ. ഇൻട്രിൻസിക് ഫാക്ടർ ടെമ്പറേച്ചർ ആണോ? അല്ല. റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ആണോ? അല്ല. ഗേഷ്യസ് അറ്റ്മോസ്ഫിയർ ആണോ? അല്ല. ഇതെല്ലാം എന്താണ്, എക്സ്ട്രിൻസിക് ഫാക്ടർ ആണ്. അപ്പോൾ ഇൻട്രിൻസിക് ഫാക്ടർ വന്നിട്ട് ഏതാണ്, pH അല്ലേ. ഓപ്ഷൻ pH. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഒപ്റ്റിമൽ pH റേഞ്ച് ഫോർ ബാക്ടീരിയൽ ഗ്രോത്ത് അല്ലേ. നമ്മൾ ബാക്ടീരിയയ്ക്കും ഈസ്റ്റിനും അല്ലെങ്കിൽ ഫിലമെൻ്റസ് ഫംഗൈക്കും ഒക്കെ ഓരോ ഒപ്റ്റിമൽ ഗ്രോത്ത് റേറ്റ് കണ്ടു, pH റേഞ്ച് കണ്ടു. അപ്പോൾ ഇതിൽ ബാക്ടീരിയയുടെ ചോദിച്ചിരിക്കുന്നത് 3 to 4, 6 to 8, 4.5 to 6, 5 to 6. ഏതാണ് ഇവിടെ വന്നിട്ട് ആൻസർ? ബാക്ടീരിയയുടെ 6.0 to 8 ആണ് അല്ലേ. ഇനി അടുത്തൊരു 3 to 4.5 എന്ന് പറയുമ്പോൾ നമ്മുടെ ഫിലമെൻ്റസ് ഫംഗൈ ആണ്. 4.5 to 6 എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഏതാണ്? അത് വന്നിട്ട് നമ്മുടെ മോൾഡൊക്കെയാണ്. അപ്പം ഇവിടെ ബാക്ടീരിയൽ ഗ്രോത്ത് റേഞ്ച് ആണ് 6 to 8 എന്ന് പറയുന്നത്. ഇനി നമ്മുടെ എല്ലാ മൈക്രോബിസ്റ്റിൻ്റെ ഒരു ഒപ്റ്റിമൽ pH റേഞ്ച് ചെയ്ത് പറയാം 5 to 6 എന്ന് പറയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ 6 to 8 ആണ് ഒപ്റ്റിമൽ pH റേഞ്ച് ഫോർ ബാക്ടീരിയൽ ഗ്രോത്ത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് മൈക്രോ ഓർഗാനിസംസ് ടിപ്പിക്കലി സസ്റ്റെയിൻ ഗ്രോത്ത് അറ്റ് എ pH റേഞ്ച് ഓഫ് 3.5 to 4 അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞാണ് 3.5 to 4 ഏതാണ്? ബാക്ടീരിയ അല്ല, ഈസ്റ്റ് അല്ല, പിന്നെ ഏതാണ്? ഫിലമെൻ്റസ് ഫംഗൈ ആണ് അല്ലേ. ഓപ്ഷൻ സി, ഫിലമെൻ്റസ് ഫംഗൈ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദ ടേം റീഡോക്സ് പൊട്ടൻഷ്യൽ റെഫർ ടു ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് മൈക്രോബിയൽ ഗ്രോത്ത്? അതായത് മൈക്രോബിയൽ ഗ്രോത്തിൽ റീഡോക്സ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? അസിഡിറ്റി ഓർ ആൽക്കലിനിറ്റി ഓഫ് എ മീഡിയം ആണോ? അല്ല, അത് pH ആണ്. എമൗണ്ട് ഓഫ് ഓക്സിജൻ അവൈലബിൾ ഇൻ എ മീഡിയം ആണോ? അതുമല്ല. കോൺസെൻട്രേഷൻ ഓഫ് ന്യൂട്രിയൻസ് ഇൻ എ മീഡിയം ആണോ? അല്ല. പിന്നെ എന്താണ്? ഓക്സിഡേഷൻ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് എ മീഡിയം അല്ലേ. അതാണ് റീഡോക്സ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. വിച്ച് ടൈപ്പ് ഓഫ് മൈക്രോ ഓർഗാനിസം ക്യാൻ ടിപ്പിക്കലി സസ്റ്റെയിൻ ഗ്രോത്ത് ഇൻ ഹൈ ഷുഗർ കോൺസെൻട്രേഷൻ? ഓക്കെ, ബാക്ടീരിയ, മോൾഡ്, ആൽഗെ, ബോത്ത് ബി ആൻഡ് സി. ഓക്കെ, അപ്പോൾ ഈ ആൽഗയുടെ കേസിൽ നമ്മളങ്ങനെ പറഞ്ഞില്ല, പക്ഷേ ആൽഗയ്ക്ക് എന്താണ് ഷുഗർ കോൺസെൻട്രേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് ഗ്രോ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഹൈ ഷുഗർ കോൺസെൻട്രേഷനിൽ ആക്ച്വലി വന്നിട്ട് മോൾഡാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻട്രിൻസിക് ഫാക്ടേഴ്സ് റെഫേഴ്സ് ടു ദ നാച്ചുറൽ പ്രൊട്ടക്റ്റീവ് സ്ട്രക്ചേഴ്സ് ഇൻ ഫുഡ്? അതായത് നാച്ചുറൽ പ്രൊട്ടക്റ്റീവ് സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത് ഏതാണ് അല്ലേ ഈ ഇൻട്രിൻസിക് ഫാക്ടേഴ്സിൽ? pH, ബയോളജിക്കൽ സ്ട്രക്ചർ, വാട്ടർ ആക്ടിവിറ്റി, റീഡോക്സ് പൊട്ടൻഷ്യൽ. എന്താണ് നാച്ചുറൽ പ്രൊട്ടക്റ്റീവ് എന്ന് പറയുന്നത്? ബയോളജിക്കൽ സ്ട്രക്ചേഴ്സ് ആണ്.
അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് സബ്സ്റ്റൻസ് ഇൻ ഫ്രഷ്ലി ഡ്രോൺ മിൽക്ക് ക്യാൻ ഇൻഹിബിറ്റ് മൈക്രോബിയൽ ഗ്രോത്ത്? അല്ലെ, നമ്മളൊരു ആന്റി കോളിഫോം ഫാക്ടർ ഇൻ ഫ്രഷ്ലി ഡ്രോൺ മിൽക്ക് പറഞ്ഞു. ഏതാണ്? ലൈസോസൈം, അലിസിൻ, ലാക്ടനിൻ, ബെൻസോയിക് ആസിഡ്. ഏതാണ് അത്? വന്നിട്ട് ആൻസർ ലാക്ടനിൻ ആണ് അല്ലെ, ലാക്ടനിൻ. ലൈസോസൈം വന്നിട്ട് ഏതിലാണ്? നമ്മുടെ എഗ്ഗിലാണ്. അലിസിൻ വന്നിട്ട് നമ്മുടെ ഗാർലിക്കിലും പിന്നെ ഓണിയനിലുമാണ്. ബെൻസോയിക് ആസിഡ് എന്തിലാണ്? ക്രാൻബെറീസിലാണ് കേട്ടോ, ക്രാൻബെറീസിലാണ്. ഓക്കെ, അപ്പം ലാക്ടനിനാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് വാട്ടർ ആക്ടിവിറ്റി എ മെഷർ ഓഫ്? അതായത് വാട്ടർ ആക്ടിവിറ്റി എന്ന് പറയുന്നത് എന്തിൻ്റെ മെഷർ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എമൗണ്ട് ഓഫ് ഫ്രീ ഓക്സിജൻ ഇൻ എ മീഡിയം അല്ല, കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂട്ട്സ് ഇൻ എ സൊല്യൂഷൻ അല്ല, ടോട്ടൽ വാട്ടർ കണ്ടന്റ് ഇൻ എ സൊല്യൂഷൻ അല്ല, പിന്നെന്താണ്? ലെവൽ ഓഫ് വാട്ടർ അവൈലബിലിറ്റി ഇൻ എ സബ്സ്റ്റൻസ്. അതായത് ഒരു സബ്സ്റ്റൻസിലുള്ള വാട്ടറിൻ്റെ അവൈലബിലിറ്റി അല്ലേ, ചിലപ്പോൾ വാട്ടർ ബൗണ്ട് ഫോമിൽ വരാം, അപ്പോൾ അത് അവൈലബിൾ അല്ല, അതുകൊണ്ടാണ്. പക്ഷേ നമ്മൾ ടോട്ടൽ വാട്ടർ കണ്ടന്റ് എടുക്കുന്ന സമയത്ത് എല്ലാ വാട്ടറിനെയും എടുക്കണം, ബൗണ്ട് വാട്ടറിനെയും അൺബൗണ്ട് ആയിട്ടുള്ള ഫ്രീ വാട്ടറിനെയും എല്ലാം എടുക്കും. അതാണ് ടോട്ടൽ വാട്ടർ കണ്ടന്റ്. നമുക്ക് ഒരിക്കലും ബൗണ്ട് വാട്ടർ ഈ പറയുന്നൊക്കെ മൈക്രോബിയൽ ഗ്രോത്തിന് അവൈലബിൾ അല്ല. അപ്പോൾ നമുക്ക് എന്താ? ഫ്രീ ആയിട്ടുള്ള വാട്ടർ അല്ലേ, അതാണ് എമൗണ്ട് ഓഫ് വാട്ടർ അവൈലബിലിറ്റി ഇൻ എ സബ്സ്റ്റൻസ്. ഒരു സബ്സ്റ്റൻസിൽ എന്താണ് നമ്മുടെ മൈക്രോബിയൽ ഗ്രോത്തിന് അവൈലബിൾ ആയിട്ട് വരുന്ന വാട്ടർ, അതാണ് വാട്ടർ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ വാട്ടർ കണ്ടന്റ് അല്ലേ എന്ന് തോന്നും, അല്ല. ടോട്ടൽ വാട്ടർ കണ്ടന്റ് എന്ന് പറയുമ്പോൾ ബൗണ്ട് വാട്ടറും ഫ്രീ വാട്ടറും എല്ലാം കൂടെ വരുന്നതാണ്, അതല്ല. ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള വാട്ടറിൻ്റാണ്. അപ്പം ഓപ്ഷൻ ബി ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ വാട്ടർ ആക്ടിവിറ്റി വാല്യൂ ഓഫ് പ്യുവർ വാട്ടർ? സിമ്പിൾ ആണ്. എന്താണ് ആൻസർ? വന്നിട്ട് 1 അല്ലേ, 1 ആണ് പ്യുവർ വാട്ടറിൻ്റെ വാട്ടർ ആക്ടിവിറ്റി. ഇനി അടുത്തത്, which type of microorganism generally uses sugars as a primary energy source? Bacteria, mold, yeast, all of the above. ഏതാണ്? മിക്കവാറും എല്ലാ മൈക്രോ ഓർഗാനിസത്തിൻ്റെയും ഒരു പ്രൈമറി എനർജി സോഴ്സ് എന്താണ്? ഷുഗേഴ്സ് ആണ്. അപ്പോൾ ഇവിടെ ഏത് വരും? ബാക്ടീരിയയും മോൾഡും ഈസ്റ്റും എല്ലാം വരും. അതായത് ഓൾ ഓഫ് ദ എബവ് ആണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഇഫക്ട് ഡസ് ദ റീഡോക്സ് പൊട്ടൻഷ്യൽ ഹാവ് ഓൺ ബാക്ടീരിയൽ ഗ്രോത്ത്? അതായത് ബാക്ടീരിയൽ ഗ്രോത്തിൽ റീഡോക്സ് പൊട്ടൻഷ്യലിൻ്റെ ഒരു ഇഫക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ് ഡയറക്ട്ലി പ്രൊവൈഡ്സ് എനർജി ഫോർ മൈക്രോബിയൽ ഗ്രോത്ത് അല്ല, ഇറ്റ് മീൻസ് ദ ഓക്സിഡേഷൻ റിഡക്ഷൻ ബാലൻസ് ഇൻ ദ എൻവയോൺമെന്റ്. അതാണ് അതിൻ്റെ ആൻസർ അല്ലേ. അതായത് റീഡോക്സ് പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഫുഡിനൊരു റീഡോക്സ് പൊട്ടൻഷ്യൽ ഉണ്ട്, അപ്പം അത് വന്നിട്ട് എന്ത് പറയുന്നു? മൈക്രോബിയൽ ഓർഗാനിസത്തിനകത്ത് ഒരു ഇഫക്റ്റ് വരുന്നുണ്ട്. അതാണ് ഡിറ്റർമിൻസ് ദ ഓക്സിഡേഷൻ റിഡക്ഷൻ ബാലൻസ് ഇൻ ദ എൻവയോൺമെന്റ്. ലിമിറ്റ്സ് എമൗണ്ട് ഓഫ് അവൈലബിൾ ന്യൂട്രിയൻസ് അല്ല, എൻഹാൻസസ് മൈക്രോബിയൽ റെസിസ്റ്റൻസ് ടു ആന്റി മൈക്രോബിയൽസും അല്ല. ഓപ്ഷൻ ബി ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഫാക്ടർ ഈസ് കൺസിഡർഡ് ആസ് ആൻ എക്സ്ട്രിൻസിക് ഫാക്ടർ ഇൻഫ്ലുവൻസിങ് മൈക്രോബിയൽ ഗ്രോത്ത്? അല്ലെ, അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചെല്ലാം ഇൻട്രിൻസിക്കിൽ വരുന്നതാണ് അല്ലെ. പി എച്ചും ന്യൂട്രിയൻ കണ്ടന്റും ആന്റി മൈക്രോബിയൽ കണ്ടന്റും എല്ലാം ഇൻട്രിൻസിക് ആണ്. അപ്പം എക്സ്ട്രിൻസിക് ഫാക്ടർ വന്നിട്ട് എന്താണ്? എൻവയോൺമെന്റൽ ഫാക്ടറാണ്, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. ഡി, ഓപ്ഷൻ സി ഈസ് ദ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആന്റി മൈക്രോബിയൽ സബ്സ്റ്റൻസസ് ഈസ് ഫൗണ്ട് ഇൻ ഗാർലിക്? ഗാർലിക്കിലും ഓണിയനിലും ഒക്കെയുള്ള ആന്റി മൈക്രോബിയൽ സബ്സ്റ്റൻസ് എന്താണ്? സെയിം ആണ്. ഏതാണ്? ലൈസോസൈം അല്ല, പിന്നെ എന്താണ്? അലിസിൻ. ലൈസോസൈം എഗ്ഗിലാണ്, ബെൻസോയിക് ആസിഡ് ക്രാൻബെറിയിലാണ്, യൂജിനോൾ വന്നിട്ട് എന്താണ്? നമ്മുടെ ഓൾ സ്പൈസ്, ക്ലോവ്, സിനമണിലൊക്കെ ഉള്ളതാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ടൈപ്പ് ഓഫ് മൈക്രോ ഓർഗാനിസംസ് ആർ ടിപ്പിക്കലി അസോസിയേറ്റഡ് വിത്ത് ഡീകമ്പോസിങ് മീറ്റ്? അല്ലെ, ഡീകമ്പോസിങ് മീറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? മീറ്റിന് ഒരു പ്രോട്ടീൻ സോഴ്സ് ആണ്, പ്രോട്ടീൻ കണ്ടന്റ് ഉള്ള സബ്സ്റ്റൻസ് ആണ്. അപ്പം അതിനെ ഏത് മൈക്രോ ഓർഗാനിസംസ് ആയിരിക്കും മീറ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്നത്? അസിഡോഫിലിക് അല്ല, ഫോട്ടോസിന്തറ്റിക് അല്ല, തെർമോഫിലിക് അല്ല, പിന്നെ ഏതാണ്? പ്രോട്ടിയോലൈറ്റിക് സ്പീഷീസ് ആണ്. അതായത് മീറ്റിലുള്ള പ്രോട്ടീൻസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന ലൈക്ക് സ്പീഷീസ്. ഫോർ എക്സാമ്പിൾ വരുന്നത് സ്യൂഡോമോണാസ് സ്പീഷീസ്. അപ്പോൾ ഓപ്ഷൻ ബി ഈസ് ദ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ടിപ്പിക്കൽ ഒപ്റ്റിമൽ പി എച്ച് റേഞ്ച് ഫോർ ഈസ്റ്റ് ഗ്രോത്ത്? അതായത് ഈസ്റ്റിൻ്റെ ഗ്രോത്തിൻ്റെ ഒപ്റ്റിമൽ പി എച്ച് റേഞ്ചാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. നമ്മൾ ബാക്ടീരിയയുടെ നമ്മൾ 6 to 8 എന്ന് കണ്ടു അല്ലേ. ഇവിടെ 2 to 4 അല്ല, പിന്നെ എന്താണ്? 4.5 to 6 ആണ് ആൻസർ വരുന്നത് അല്ലേ. ഇനി 3.5 to 4 ആ ഒരു റേഞ്ച് വരുന്ന ഏതാണ്? അത് നമ്മുടെ ഫിലമെന്റസ് ഫംഗിയാണ്. അപ്പം ഈസ്റ്റിൻ്റെ ഗ്രോത്തിൻ്റെ എത്രയാണ്? 4.5 to 6 ആണ്. ഇനി എല്ലാ മൈക്രോബ്സിൻ്റെ ഒപ്റ്റിമൽ ഗ്രോത്ത് റേഞ്ച് ആണ് ഏത്? നമ്മുടെ 5 to 6 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം 4.5 to 6 ആണ് ഏത്? ഈസ്റ്റിൻ്റെ പി എച്ച് ഒപ്റ്റിമൽ റേഞ്ച്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഇൻട്രിൻസിക് ഫാക്ടർ ഈസ് ഡയറക്ട്ലി റിലേറ്റഡ് ടു ദ അവൈലബിലിറ്റി ഓഫ് ന്യൂട്രിയൻസ് ഫോർ മൈക്രോബിയൽ ഗ്രോത്ത്? റീഡോക്സ് പൊട്ടൻഷ്യൽ, ന്യൂട്രിയൻറ്റ് കണ്ടന്റ്, വാട്ടർ ആക്ടിവിറ്റി, ബയോളജിക്കൽ സ്ട്രക്ചർ. അല്ലെ, ന്യൂട്രിയൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഏതാണ്? ന്യൂട്രിയൻ കണ്ടന്റ് ആണ്. അത് എളുപ്പമാണ് അല്ലേ. ഓപ്ഷൻ ബി.
അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ആർ ദ ഫോളോയിങ് ഈസ് എ പ്രൊട്ടക്റ്റീവ് ബയോളജിക്കൽ സ്ട്രക്ചർ ദാറ്റ് പ്രിവെന്റ്സ് മൈക്രോബിയൽ കണ്ടാമിനേഷൻ ഇൻ ഫുഡ്? pH ലെവൽ, വാട്ടർ ആക്ടിവിറ്റി, ടെമ്പറേച്ചർ, ഇത് മൂന്നും അല്ല. പിന്നെ ഏതാണ് ആൻസർ വന്നിട്ട്? ഷെൽ ഓഫ് നട്ട് അല്ലേ. ഷെൽ ഓഫ് നട്ട്, എഗ്ഗിൻ്റെ ഷെല്ല്, സ്കിന്നിൻ്റെ പൗൾട്രിയുടെ സ്കിന്ന്, ഇതൊക്കെ എന്താണ്? ഫിഷിൻ്റെ സ്കെയില്, ഇതൊക്കെ വന്നിട്ട് ബയോളജിക്കൽ സ്ട്രക്ചേഴ്സ് ആണ് പ്രിവെന്റിങ് മൈക്രോബിയൽ കണ്ടാമിനേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, which type of microorganism is most likely to use lipases to obtain energy from fat? അപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു, അതായത് മെയിനായിട്ടുള്ള എനർജി സോഴ്സ് എല്ലാത്തിൻ്റെയും കാർബോഹൈഡ്രേറ്റ് ഇൻ ദ ഫോം ഓഫ് ഷുഗർ ആണ്. ചിലത് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് യൂസ് ചെയ്യും, ചിലത് റെയർലി ലിപ്പിഡ്സ് യൂസ് ചെയ്യും. ലിപ്പേസസ് വന്നിട്ട് ലിപ്പിഡ്സിനെ ബ്രേക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? ഗ്ലിസറോളും ഫാറ്റി ആസിഡുമായിട്ട് മാറ്റിയിട്ട് എനർജി ഡിറൈവ് ചെയ്യുമെന്ന് പറഞ്ഞു. അത് ഏതാണെന്ന് പറഞ്ഞു? മോസ്റ്റ്ലി എയ്റോബിക് മൈക്രോബ്സ് ആണ് അല്ലേ. അപ്പം ഇവിടെ ഓപ്ഷൻ എയ്റോബിക്, അനൈറോബിക്, ഫോട്ടോസിന്തറ്റിക്, എസിഡോഫിലിക് ഉണ്ട്. നമ്മൾ പഠിച്ചതാണ് എയ്റോബിക് മൈക്രോബ്സ് ആണ്, ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് റോൾ ഡു വൈറ്റമിൻസ് പ്ലേ ഇൻ മൈക്രോബിക് ഗ്രോത്ത്? എന്താണ്? വൈറ്റമിൻസ് നീഡഡ് ആണ് അല്ലേ. അപ്പോൾ ദേ പ്രൊവൈഡ് ദ പ്രൈമറി സോഴ്സ് ഓഫ് എനർജി അല്ല, ദേ ആർ എസെൻഷ്യൽ ഫോർ മെറ്റബോളിക് പ്രോസസ്സസ്, ദേ ഇൻഹിബിറ്റ് മൈക്രോബിക് ഗ്രോത്ത്, ദേ റെഡ്യൂസ് വാട്ടർ ആക്ടിവിറ്റി. ഏതാണ്? മെറ്റബോളിക് പ്രോസസ്സുകൾ നടക്കണമെങ്കിൽ എന്ത് വേണം? വൈറ്റമിൻസ് വേണം. അപ്പം ദേ ആർ എസെൻഷ്യൽ ഫോർ മെറ്റബോളിക് പ്രോസസ്സസ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഫാക്ടർ ഈസ് നോട്ട് കൺസിഡേർഡ് ആൻ ഇൻട്രിൻസിക് ഫാക്ടർ ഇൻഫ്ലുവൻസിങ് മൈക്രോബിക് ഗ്രോത്ത്? ഇൻട്രിൻസിക് ഫാക്ടർ അല്ലാത്തത് അല്ലെങ്കിൽ കൺസിഡർ ചെയ്യാത്തത് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്? ടെമ്പറേച്ചർ, pH, ന്യൂട്രിയൻ കണ്ടന്റ്, വാട്ടർ ആക്ടിവിറ്റി. ഏതാണ്? ടെമ്പറേച്ചർ അല്ലേ. ടെമ്പറേച്ചർ വന്നിട്ടൊരു എക്സ്ട്രിൻസിക് ഫാക്ടറാണ്. അപ്പോൾ ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് സബ്സ്റ്റൻസ് ഫൗണ്ട് ഇൻ ക്രാൻബെറീസ് ആക്ട് ആസ് ആൻ ആൻറ്റി മൈക്രോബിയൽ ഏജന്റ്? അല്ലേ, നമ്മൾ പലതവണ പറഞ്ഞു. ലൈസോസൈം അല്ല, അലിസിൻ അല്ല, യൂജിനോൾ അല്ല, പിന്നെ ഏതാണ്? ബെൻസോയിക് ആസിഡ് ആണ് അല്ലേ. ക്രാൻബെറീസിൽ ബെൻസോയിക് ആസിഡ്, ലൈസോസൈം വന്നിട്ട് ഏതിലാണ്? എഗ്ഗില്. അലിസിൻ നമ്മൾ കണ്ടു ഒണിയനിലും ഗാർലിക്കിലും അല്ലേ. യൂജിനോൾ വന്നിട്ട് ഏതാണ്? നമ്മുടെ ഓൾ സ്പൈസിലും ഒക്കെ ഉള്ള അല്ലേ, ക്ലോവ്സിലും ഒക്കെ ഉള്ളതാണ് യൂജിനോൾ. ഇനി അടുത്തത്, വാട്ട് ഡസ് ദ പോയിസിങ് കപ്പാസിറ്റി ഓഫ് ഫുഡ് റെഫർ ടു? അല്ലേ, പോയിസിങ് കപ്പാസിറ്റി നമ്മൾ എവിടെയാണ് പഠിച്ചത്? റീഡോക്സ് പൊട്ടൻഷ്യൽ പഠിക്കുന്ന സമയത്ത് പറഞ്ഞു അല്ലേ. അപ്പം എല്ലാ ഫുഡിനും റീഡോക്സ് പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഈ ചേഞ്ചസ്, ഈ റീഡോക്സ് പൊട്ടൻഷ്യലിൽ ചേഞ്ചസ് വരുത്തുന്നത് റെസിസ്റ്റ് ചെയ്യും ഫുഡ്. ആ എബിലിറ്റി ഓഫ് അല്ലെങ്കിൽ ആ എബിലിറ്റി, റെസിസ്റ്റിംഗ് എബിലിറ്റി ഓഫ് എ ഫുഡ് എഗെയിൻസ്റ്റ് ആ ചേഞ്ചസ് ഇൻ റീഡോക്സ് പൊട്ടൻഷ്യൽ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നതെന്ന് പറഞ്ഞു? പോയിസിങ് കപ്പാസിറ്റി എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ വന്നിട്ട് എന്താണ്? എബിലിറ്റി ഓഫ് ഫുഡ് ടു മെയിൻറ്റെയിൻ ഇറ്റ്സ് ന്യൂട്രിയൻ കണ്ടന്റ് ആണോ? അല്ല. എബിലിറ്റി ഓഫ് ഫുഡ് ടു അബ്സോർവ് വാട്ടർ ആണോ? അല്ല. എബിലിറ്റി ഓഫ് ഫുഡ് ടു ഇൻക്രീസ് മൈക്രോബിക് ഗ്രോത്ത് ആണോ? അതുമല്ല. പിന്നെന്താണ്? എബിലിറ്റി ഓഫ് ഫുഡ് ടു റെസിസ്റ്റ് ചേഞ്ചസ് ഇൻ റീഡോക്സ് പൊട്ടൻഷ്യൽ. കാര്യം ഫുഡിന് ഒരു റീഡോക്സ് പൊട്ടൻഷ്യൽ ഉണ്ട്. ഇനി ഇതിനകത്ത് ചേഞ്ചസ് ഒന്നും വരുത്താൻ നോക്കണ്ട. ആ ഒരു ചേഞ്ച് വരുത്തുന്നതിന് ഫുഡ് ഒന്ന് റെസിസ്റ്റ് ചെയ്യും. ആ ഒരു റെസിസ്റ്റിംഗ് കപ്പാസിറ്റിനെ നമ്മൾ പറയുന്ന പേരാണ് പോയിസിങ് കപ്പാസിറ്റി അല്ലേ. അപ്പോൾ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ ഡസ് ദ ഷെൽ ഓഫ് ആൻ എഗ് കോൺട്രിബ്യൂട്ട് ടു മൈക്രോബിയൽ ഗ്രോത്ത് പ്രിവെൻഷൻ? അല്ലേ, ഇത് നമ്മൾ ജസ്റ്റ് അറിയത്തില്ലെങ്കിൽ പോലും നമുക്ക് ഓപ്ഷനിൽ നിന്ന് അറിയാൻ പറ്റും. എന്താണ്? pH ഓഫ് ദ എഗ് അല്ല, വാട്ടർ ആക്ടിവിറ്റി അല്ല, പ്രൊവൈഡിങ് എ ഫിസിക്കൽ ബാരിയർ ആണോ, എൻഹാൻസിങ് ദ ന്യൂട്രിയൻ കണ്ടന്റും അല്ല. പിന്നെ ഏതാണ്? ഒരു ഫിസിക്കൽ ബാരിയർ അവിടെ കൊടുക്കുകയാണ്, അതൊരു ബയോളജിക്കൽ സ്ട്രക്ചർ ആണ് അല്ലേ, ടു പ്രിവെന്റ് ബാക്ടീരിയൽ കണ്ടാമിനേഷൻ അല്ലെങ്കിൽ ബാക്ടീരിയൽ സ്പോയിലേജ്. അപ്പോൾ ഓപ്ഷൻ സി ഇസ് ദ ആൻസർ, ബൈ പ്രൊവൈഡിങ് എ ഫിസിക്കൽ ബാരിയർ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പ്രൈമറി സോഴ്സ് ഓഫ് നൈട്രജൻ ഫോർ മൈക്രോ ഓർഗാനിസംസ് ദാറ്റ് ക്യാൻ ഹൈഡ്രലൈസ് പ്രോട്ടീൻ? അല്ലേ, അതായത് നൈട്രജൻ, പ്രോട്ടീനെ ഹൈഡ്രലൈസ് ചെയ്യാൻ പറ്റുന്ന മൈക്രോ ഓർഗാനിസത്തിനെ പ്രോട്ടീൻസ് ഹൈഡ്രലൈസ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ആ ഒരു പ്രൈമറി സോഴ്സ് ഓഫ് നൈട്രജൻ എവിടെ നിന്നാണ്? അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ, നൈട്രജൻ ഫ്രം പെപ്റ്റൈഡ് ആൻഡ് അമിനോ ആസിഡ്, നൈട്രജൻ ഫ്രം വാട്ടർ, നൈട്രജൻ ഫ്രം കാർബൺ ഡൈ ഓക്സൈഡ്. ഏതാണ്? നൈട്രജൻ ഫ്രം പെപ്റ്റൈഡ്സ് ആൻഡ് അമിനോ ആസിഡ്സ് അല്ലേ. അപ്പോൾ അതാണ് പ്രൈമറി സോഴ്സ് ഓഫ് നൈട്രജൻ. അടുത്തത്, വാട്ട് ഈസ് ദ മെയിൻ ഇഫക്റ്റ് ഓഫ് ലോ വാട്ടർ ആക്ടിവിറ്റി ഓൺ മൈക്രോബിയൽ ഗ്രോത്ത്? അല്ലെ, വാട്ടർ ആക്ടിവിറ്റി കുറവാണെങ്കിൽ മൈക്രോബിയൽ ഗ്രോത്തിനെ എങ്ങനെ അഫക്റ്റ് ചെയ്യും? എൻഹാൻസസ് മൈക്രോബിയൽ ഗ്രോത്ത് ആണോ? അല്ല. ഇൻക്രീസസ് ന്യൂട്രിയൻ്റ് അബ്സോർപ്ഷൻ ആണോ? അല്ല. പ്രൊമോട്ട്സ് ബാക്ടീരിയൽ സ്പോർ ഫോർമേഷൻ ആണോ? അതുമല്ല. പിന്നെന്താണ്? ഓപ്ഷൻ ബി, ഇൻഹിബിറ്റ്സ് മൈക്രോബിയൽ ഗ്രോത്ത്. അല്ലെ, മൈക്രോബിയൽ ഗ്രോത്തിനെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, which of the following is a characteristic of microorganisms that thrive in low pH environment? അതായത് ലോ pHൽ സർവൈവ് ചെയ്യുന്ന മൈക്രോ ഓർഗാനിസത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ആണ് ചോദിച്ചിരിക്കുന്നത്. അല്ല, അതാവും നമ്മൾ പഠിച്ചില്ല, പക്ഷെ നമുക്ക് നോക്കാം. ദേ ആർ ആൽക്കലി ഫൈൽസ്, ദേ ആർ അസിഡോ ഫൈൽസ്, ദേ ആർ തെർമോ ഫൈൽസ്, ദേ ആർ ഹാലോ ഫൈൽസ്. അപ്പം
ആൽക്കലി ഫൈൽ എന്ന് വെച്ചാൽ എന്താ? ലവിങ് അല്ലേ, അതാണ് ഒരു ലവ് ഉള്ള ഇഷ്ടമുള്ള, അതാണ് ലൈക്കിങ് ആയിട്ടുള്ള, അതാണ് ഫൈൽ എന്ന് പറയുന്നത് അല്ലേ. വിബ്ലിയോ ഫൈൽ എന്ന് വെച്ചാൽ എന്താണ്? പുസ്തകങ്ങളോട് ഭയങ്കര ഇഷ്ടമുള്ള എന്നുള്ള മീനിങ്. അപ്പം ആൽക്കലി ഫൈൽ എന്ന് വെച്ചാൽ ആൽക്കലി ഇഷ്ടപ്പെടുന്ന. ആൽക്കലി ആണോ ഇവിടെ? ആൽക്കലി എന്ന് പറയുമ്പോഴത്തേക്ക് ഹൈ pH ആണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ലോ pHന്റെ കാര്യമാണ് അല്ലേ. അപ്പോൾ ഇവിടെ അസിഡോഫൈലാണ് വരുന്നത്. അടുത്ത ഓപ്ഷൻ എന്താണ്? ദേ ആർ അസിഡോഫൈൽസ്, അതായത് അസിഡിക് ലവിങ്. അസിഡിക് ലവിങ് എന്ന് പറയുമ്പോഴത്തേക്ക് ആസിഡ് ലവിങ്, അതായത് ലോ pH. അപ്പോൾ ലോ pHൽ ത്രൈവ് ചെയ്യുന്ന മൈക്രോ ഓർഗാനിസംസ് എന്താണ്? അത് അസിഡോഫൈൽസ് ആണ് അല്ലേ. ഇനി വന്നിട്ട് തെർമോഫൈൽസ് എന്താണ്? തെർമോ അല്ലെ, ടെമ്പറേച്ചർ ആണ്. അപ്പോൾ ഹൈ ടെമ്പറേച്ചറിൽ സസ്റ്റെയിൻ ചെയ്യുന്ന മൈക്രോ ഓർഗാനിസംസ്, അതാണ് തെർമോഫൈൽസിൽ വരുന്നത്. ഇനി ഹാലോ ഫൈൽസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം, ഹാലോ എന്ന് വെച്ചാൽ നമ്മുടെ സോൾട്ട് വാട്ടർ ആണ്, ഈ സോൾട്ട് ആണ്. അപ്പം ഈ ഹാലോ ഫൈൽസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ യൂഷ്വലി നമുക്കറിയാം ഹൈ സോൾട്ട് കോൺസെൻട്രേഷൻ ഒരുപ്പെട്ട മൈക്രോ ഓർഗാനിസംസ് സർവൈവ് ചെയ്യില്ല. പക്ഷേ ഹാലോഫൈൽസിൽ വന്നിട്ട് ആവുന്നതും ഭയങ്കര പ്രശ്നമാണ്. അവർക്ക് സോൾട്ട് ഇഷ്ടമാണ്, അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, അവർ അത്യാവശ്യം ഈ നോർമൽ മൈക്രോ ഓർഗാനിസംസ് സർവൈവ് ചെയ്യാത്ത സോൾട്ട് ആ ഒരു മീഡിയത്തിൽ അല്ലെങ്കിൽ സലൈൻ മീഡിയത്തിലും ഇവർ സർവൈവ് ചെയ്യുക. അതാണ് ഹാലോഫൈൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ആൽക്കലി ഫൈൽസ്, അസിഡോഫൈൽസ്, തെർമോഫൈൽസ്, ഹാലോഫൈൽസിൽ അതിൽ ലോ pHൽ സർവൈവ് ചെയ്യുന്ന മൈക്രോ ഓർഗാനിസത്തിന് നമ്മൾ എന്ത് പറയും? അതിന് നമ്മൾ അസിഡോഫൈൽസ് എന്ന് പറയും. അടുത്തത് വന്നിട്ട് വിച്ച് ഫാക്ടർ ക്യാൻ ഇൻക്രീസ് ദ റീഡോക്സ് പൊട്ടൻഷ്യൽ ഓഫ് ഫുഡ്? ഫുഡിൻ്റെ റീഡോക്സ് പൊട്ടൻഷ്യലിനെ കൂട്ടുന്ന ഫാക്ടർ. ഡിക്രീസ്ഡ് ഓക്സിജൻ ലെവൽ അല്ല, ഇൻക്രീസ്ഡ് പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ, ഡിക്രീസ്ഡ് pH, ഇൻക്രീസ്ഡ് ഷുഗർ കോൺസെൻട്രേഷൻ. ഏതാണ്? നമ്മൾ പറഞ്ഞു റീഡോക്സ് പൊട്ടൻഷ്യലിനെ അഫക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കൂട്ടുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഇൻക്രീസ്ഡ് പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ആണ് അല്ലേ. അപ്പോൾ ഓപ്ഷൻ വന്നിട്ട് സി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സ്ട്രിൻസിക് ഫാക്ടർ ദാറ്റ് ഇൻഫ്ലുവൻസസ് മൈക്രോബിയൽ ഗ്രോത്ത്? അതായത് താഴെ പറയുന്നതിൽ എക്സ്ട്രിൻസിക് ഫാക്ടർ ഏതാണെന്ന്? ആൻറ്റി മൈക്രോബിയൽ കണ്ടന്റ് അല്ല, ന്യൂട്രൽ കണ്ടന്റ് അല്ല, pH അല്ല, പിന്നെ ഏതാണ്? ഗേഷ്യസ് അറ്റ്മോസ്ഫിയർ അല്ലേ. അത് നമ്മൾ ഇനി അടുത്ത ക്ലാസ്സിൽ നോക്കും. അപ്പം അതാണ് ഏതോ ഒരു എക്സ്ട്രിൻസിക് ഫാക്ടർ ദാറ്റ് ഇൻഫ്ലുവൻസസ് മൈക്രോബിയൽ ഗ്രോത്ത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം നമുക്ക് നമ്മളെ മാർക്ക് ചെയ്തിട്ട് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ്? ഏതാണ് കറക്റ്റ് എന്ന് ചോദിച്ചിരിക്കുകയാണ്. The optimal pH range for bacterial growth is between 6 and 8. അത് കറക്റ്റ് ആണ് അല്ലേ. ബാക്ടീരിയൽ ഗ്രോത്തിൻ്റെത് 6 and 8 ആണ്. Redox potential refers to the acidity or alkalinity of a medium. അത് ശരിയാണോ? അത് തെറ്റാണ് അല്ലേ. അസിഡിറ്റി ഓർ ആൽക്കലിറ്റി ഓഫ് എ മീഡിയം എന്ന് പറയുമ്പോൾ pH ആണ്. റിഡോക്സ് പൊട്ടൻഷ്യൽ എന്താണ്? അത് നമ്മുടെ ഓക്സിഡേഷൻ റിഡക്ഷൻ എബിലിറ്റി ആണ്. അപ്പം അത് തെറ്റാണ്. മോൾസ് ക്യാൻ ടിപ്പിക്കലി സസ്റ്റെയിൻ ഗ്രോത്ത് ഇൻ ഹൈ ഷുഗർ കോൺസെൻട്രേഷൻ. അത് കറക്റ്റ് ആണ് അല്ലേ, അത് നമ്മൾ പഠിച്ചതാണ്. ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത് 1 and 3. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ്? ദ ഷെൽ ഓഫ് ആൻ എഗ് സെർവ്സ് ആസ് എ ബയോളജിക്കൽ സ്ട്രക്ചർ ദാറ്റ് പ്രിവെന്റ്സ് മൈക്രോബിയൽ കണ്ടാമിനേഷൻ. അത് കറക്റ്റാണ്. ബയോളജിക്കൽ സ്ട്രക്ചർ ആണോ എന്നുള്ളത് നോക്കിയാൽ മതി. മൈക്രോ ഓർഗാനിസംസ് ജനറലി യൂസ് ഷുഗേഴ്സ് ആസ് ദർ പ്രൈമറി എനർജി സോഴ്സ്. അതും കറക്റ്റാണ്. പിന്നെന്താണ്? റീഡോക്സ് പൊട്ടൻഷ്യൽ ഡസ് നോട്ട് അഫക്ട് ദ ഗ്രോത്ത് ഓഫ് മൈക്രോബ്സ്. ആണോ? റീഡോക്സ് പൊട്ടൻഷ്യൽ അഫക്ട് ചെയ്യും. അപ്പം ഇത് തെറ്റാണ്. അപ്പം ആൻസർ ഏതാണ്? 1 and 2. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ഇൻകറക്റ്റ്? തെറ്റായിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം അസിഡോഫൈൽസ് ആർ മൈക്രോ ഓർഗാനിസംസ് ദാറ്റ് ത്രൈവ് ഇൻ ലോ pH എൻവയോൺമെന്റ്. അത് കറക്റ്റാണ്. പിന്നെ ഏതാണ്? ദ പോയിസിങ് കപ്പാസിറ്റി ഓഫ് ഫുഡ് റെഫേഴ്സ് ടു ഇറ്റ്സ് എബിലിറ്റി ടു അബ്സോർബ് വാട്ടർ. ആണോ? പോയിസിങ് കപ്പാസിറ്റി എന്ന് വെച്ചാൽ എന്താണ്? എബിലിറ്റി ടു റെസിസ്റ്റ് റീഡോക്സ് ചേഞ്ചസ് ആണ് അല്ലേ. അപ്പോൾ റീഡോക്സ് പൊട്ടൻഷ്യൽ ചേഞ്ചസിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള ഫുഡിന്റെ കപ്പാസിറ്റിയാണ് പോയിസിങ് കപ്പാസിറ്റി. അപ്പോൾ അത് വന്നിട്ട് തെറ്റാണ് അല്ലേ. തെറ്റാണ്. ബെൻസോയിക് ആസിഡ് ഫൗണ്ട് ഇൻ ക്രാൻബെറീസ് ആക്ട് ആസ് ആൻ ആന്റി മൈക്രോബിയൽ ഏജന്റും കറക്റ്റ് ആണ്. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചേക്കുന്നത് ഇൻകറക്റ്റ് ആണ്. അത് ഏതാണ്? 2 only ആണ്. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ്? ദ ടെമ്പറേച്ചർ ഈസ് ആൻ ഇൻട്രിൻസിക് ഫാക്ടർ ഇൻഫ്ലുവൻസിങ് മൈക്രോബിയൽ ഗ്രോത്ത് അല്ലെ. ടെമ്പറേച്ചർ എന്ന് പറയുന്ന ഒരു ഇൻട്രിൻസിക് ഫാക്ടർ ആണോ? അല്ല, അത് തെറ്റാണ്. അതെന്താണ്? എക്സ്ട്രിൻസിക് ഫാക്ടർ ആണ്. ലൈസോസൈം ഈസ് ആൻ ആന്റി മൈക്രോബിയൽ സബ്സ്റ്റൻസ് ഫൗണ്ട് ഇൻ എഗ് വൈറ്റ്. അത് കറക്റ്റ് ആണ്. പിന്നെന്താണ്? ലോ വാട്ടർ ആക്ടിവിറ്റി ഇൻഹിബിറ്റ്സ് മൈക്രോബിയൽ ഗ്രോത്ത്. അതും കറക്റ്റ് ആണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്ന കറക്റ്റ് ഏതാണെന്നാണ്? 2ഉം 3ഉം ആണ്. അത് വരുന്ന ഓപ്ഷൻ ഏതാണ്? ബി ആണ്. ഓക്കെ, അപ്പം കറക്റ്റ് ആൻസർ ബി.
അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ് ആണ് എഗൈൻ ചോദിച്ചിരിക്കുന്നത്. ആന്റി മൈക്രോബിയൽ സബ്സ്റ്റൻസസ് ലൈക്ക് അലിസിൻ ആർ ഫൗണ്ട് ഇൻ ഗാർലിക് ആൻഡ് ക്യാൻ ഇൻഹിബിറ്റ് മൈക്രോബിയൽ ഗ്രോത്ത്. അത് കറക്റ്റ് ആണ്. പ്രസൻസ് ഓഫ് എ ഫിസിക്കൽ ബാരിയർ ലൈക്ക് ദ ഷെൽ ഓഫ് എ നട്ട് ക്യാൻ ഹെൽപ്പ് പ്രിവെന്റ് മൈക്രോബിയൽ കണ്ടാമിനേഷൻ. കറക്റ്റ് ആണ്. മൈക്രോ ഓർഗാനിസംസ് ക്യാൻ യൂസ് നൈട്രജൻ ഫ്രം പെപ്റ്റൈഡ്സ് ആൻഡ് അമിനോ ആസിഡ്സ് ഫോർ ഗ്രോത്ത്. കറക്റ്റ് ആണ്. അപ്പോൾ ഇത് മൂന്നും കറക്റ്റ് ആണ്. അതേതാ? ഓൾ ഓഫ് ദം അല്ലേ? എല്ലാം കറക്റ്റായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓഫ് ദം. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇൻട്രിൻസിക് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് മൈക്രോബിയൽ ഗ്രോത്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് എക്സ്ട്രിൻസിക് ഫാക്ടേഴ്സ് ആണ്. ഓക്കെ, താങ്ക് യു.